എ ചൈൽഡ് അപ് ടു ദ ഏജ് ഓഫ് 18 ഈസ് ഇന്നസെൻ്റ്. ഈ കുട്ടിയെ നമ്മൾ കുറ്റവാളി എന്നല്ല വിളിക്കുന്നത്, ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ്. നിയമവുമായിട്ട് പൊരുത്തപ്പെടാത്ത കുട്ടി. ആ കുട്ടിയെ കുറ്റവാളി എന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോടതി കയറേണ്ടി വരും. ക്രിമിനൽ കോർട്ടും ജുവനൈൽ ജസ്റ്റിസ് കോർട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജുവനൈൽ കോർട്ട് എന്ന് പറഞ്ഞിട്ട് കോടതി ഇപ്പം ഇല്ല. ക്രിമിനൽ കോടതിക്ക് ഒരു കോടതിയുടെ അന്തരീക്ഷമുണ്ട്. അതവസരം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ഇതൊന്നുമില്ല. കാരണം ഒരു എലവേറ്റഡ് പ്ലാറ്റ്ഫോം പാടില്ല. ഇതിനകത്ത് 3 അംഗങ്ങളാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരാളെങ്കിലും വനിത ആയിരിക്കണം. മജിസ്ട്രേറ്റ് ആയിരുന്നാലും ശരി, മറ്റു മെമ്പർമാരായിരുന്നാലും ശരി, സാധാരണ മനുഷ്യരിരിക്കുന്നത് പോലെ ഇരിക്കണം. കുട്ടികളെ പല ആൾക്കാരും ക്രൈമിന് വേണ്ടി യൂസ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഡ്രഗ്സിന്റെ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ കുട്ടികളെ കൊണ്ട് കാരിയേഴ്സ് ആയിട്ട് കൊടുക്കുന്നത് ഇവരുടെ അതിബുദ്ധിയാണ്. ഇവരാദ്യം ലഹരി ഉപയോഗിക്കും. ഈ അഡിക്റ്റ് ആകുമ്പോഴത്തേക്ക് ഇതിന്റെ വിൽപ്പനക്കാരന് കുട്ടിയോട് അമിതമായ ഒരു ചാർജ്, ഈ ചാർജ് കുട്ടിക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ഈ കുട്ടിയെ ഇവർ കാരിയേഴ്സ് ആക്കും. ഇനി 4 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഒരാൾക്ക് ഫ്രീ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു സ്റ്റേജിലാണ് കുട്ടി പിടിക്കപ്പെടുന്നത്. കോമൺ മാന് അറിയാൻ പാടില്ലാത്ത ഒരു ജുവനൈൽ ജസ്റ്റിസ് നിയമം ഉണ്ടോ? ഏതെങ്കിലും ഒരു രക്ഷിതാവിന് കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് പൂർണ്ണ ബോധ്യം വരികയാണെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കണം. 60 ദിവസം വരെ ഈ കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി സംരക്ഷിക്കണം. 60 ദിവസവും കഴിഞ്ഞിട്ട് അവർ തിരിച്ചെടുക്കുന്നില്ലെങ്കിൽ മാത്രമേ ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യും. ജുവനൈൽ ഹോമിന്റെ അറ്റ്മോസ്ഫിയർ എന്താണ്? ഇതൊരു ടെമ്പററി ഷെൽട്ടറാണ്. 8-നും 8:30 ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ്. 8:30 ഇവൻ എത്തിയില്ലെങ്കിൽ പിന്നെ അവന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ജുവനൈൽ ഹോം എന്ന് പറയുന്നത് ഇല്ലാന്ന് ചിലപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ എനിക്ക് അറിയുന്നുണ്ടാവുക. എന്ത് ഫാക്ടർ ആയിരിക്കും ഒരു കുട്ടിയെ ക്രിമിനൽ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്നത്? കുറ്റകൃത്യങ്ങളിലായാലും സംഘർഷങ്ങളിൽ പെട്ടിട്ട് വരുന്ന കുട്ടികളിൽ ഒരു മഹാഭൂരിപക്ഷവും ബ്രോക്കൺ ഫാമിലീസിൽ നിന്നാണ് വരുന്നത്. ഇന്നും ഓർത്തിരിക്കുന്ന സാറിനെ തന്നെ ഭയങ്കര വിഷമിപ്പിച്ച കുട്ടിയുടെ മുഖം ഓർമ്മയുണ്ടോ? ഒരു കലാപകാരിയായിട്ടായിരുന്നു ഞങ്ങളടുത്ത് ഹാജരാക്കപ്പെട്ടത്. അത് ഞങ്ങളോട് എന്നും പറഞ്ഞ ഒരൊറ്റ ലക്ഷ്യമായിരുന്നു, എനിക്കൊരു പോലീസുകാരനാവാൻ വേണ്ടി പോയ ആ കുട്ടി. അത്രയും അധികം പ്രതികളുടെ ഇടയിൽ ഏറ്റവും ഹീനമായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് മൈനർ ആയിരുന്ന ഒരാളാണ്. കേസിൽ പ്രതി പവൻ ഗുപ്തയുടെ ഹർജി സുപ്രീം കോടതി തള്ളി. സംഭവം നടക്കുമ്പോൾ പ്രതിക്ക് 18 വയസ്സായിരുന്നില്ല എന്ന വാദം ഉന്നയിച്ചാണ് പവൻ ഗുപ്ത കോടതിയെ സമീപിച്ചിരുന്നത്. ഹായ് ഗായ്സ്, വെൽക്കം ടു പിങ്ക്. പിങ്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളതും വളരെയധികം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. യെസ്, ജുവനൈൽ ജസ്റ്റിസ്. സോ നമ്മുടെ കൂടെ ഇന്ന് വന്നിരിക്കുന്ന ഗസ്റ്റ് കണ്ണൂർ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മെമ്പർ ആയിരുന്ന PC വിജയരാജൻ സർ. ഹായ്, വെൽക്കം ടു പിങ്ക്. നമസ്കാരം. സോ സർ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ടോപ്പിക്ക് വളരെയധികം സെൻസിറ്റീവാണ്. ഒരുപാട് ഇപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാരും അച്ഛന്മാരും എല്ലാവരും കാണുന്ന ഒരു പോഡ്കാസ്റ്റാണ്. സോ മേ ബി ഇത് വളരെയധികം ആൾക്കാർ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു പോഡ്കാസ്റ്റും കൂടെയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയാനുള്ളൊരു കാര്യം, ഇപ്പം സാറായാലും ഞാനായാലും പൊതുവേ നമ്മൾ ന്യൂസിലൊക്കെ ഈ മൈനറായിട്ടുള്ള കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് ന്യൂസിലൊക്കെ ഈ കുട്ടി കുറ്റവാളികൾ എന്ന് പറയുന്ന ഒരു കാര്യം. സോ എനിക്ക് എൻ്റെ തോട്ടിലപ്പോൾ വന്നാണ് ഇപ്പോൾ ഈ 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർ, കുട്ടികൾ ഈ തെറ്റ് ചെയ്യുമ്പം ശരിക്കും അവരൊരു പ്രതി എന്നുള്ളൊരു കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുമോ? നല്ല ചോദ്യമാണ്. പക്ഷെ അതിനകത്ത് അത് തീരെ പാടില്ലാത്തൊരു കാര്യമാണ്. നമുക്കിപ്പോൾ 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉണ്ട്. 2015 അതിനു മുമ്പ് 2000 നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഇന്ത്യയിൽ വന്നത്. 2015 അത് ഭേദഗതി വരുത്തി പുതിയ ആക്ട് നമ്മളിപ്പോൾ നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആക്ട് വന്നത് 2015. ഈ 2015 ഇത് പുതുതായിട്ട് ഭേദഗതി ചെയ്യാനുണ്ടായ സാഹചര്യം നമുക്ക് പിന്നീട് വിശദീകരിക്കാം. വളരെ ഗൗരവമുള്ളൊരു പശ്ചാത്തലത്തിലാണ് നമുക്ക് 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഭേദഗതി ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ ഈ കുട്ടിയെ ഒരു കാരണവശാലും കുറ്റവാളി എന്ന് വിശേഷിപ്പിച്ചുകൂടാ. കാരണം 18 വയസ്സ് വരെ ഉള്ള ഏതൊരു കുട്ടിയും, കാരണം 18 വയസ്സ് വരെ കുട്ടിയായിട്ട് കണക്കാക്കാൻ തീരുമാനിച്ചത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ്.
യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഇന്ത്യ കൂടി സിഗ്നറ്ററി ആയിട്ടുള്ള ഒരു പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനിച്ചു 18 വയസ്സ് എത്തുന്നത് വരെ, പൂർത്തിയാവുന്നത് വരെ എല്ലാ ജീവികളും, മനുഷ്യജീവികളും കുട്ടിയാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രൂപീകരിച്ച ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റിൽ പറയുന്നത് എ ചൈൽഡ് അപ് ടു ദ ഏജ് ഓഫ് 18 ഈസ് ഇന്നസെൻ്റ് എന്നാണ്. നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റ് ചെയ്തത് ഇന്നസെൻ്റ് ആണ് അവർ, അത് അവർക്ക് അറിയാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ നമ്മൾ കുറ്റവാളി എന്നല്ല വിളിക്കുന്നത്, ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ്. നിയമവുമായിട്ട് പൊരുത്തപ്പെടാത്ത കുട്ടി. എന്താ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടി എന്ന് പറയുന്നത്? നമ്മൾ നിയമം ഉണ്ടാക്കിയത് നമ്മൾ മുതിർന്ന ആളുകളാണ്. ആ കുട്ടി അതിനകത്തൊന്നും ഭാഗവാക്കല്ല. ഈ അതിൻ്റെ ഒരു പ്രൊസീഡിങ്സിലും കുട്ടി ഭാഗവാക്കല്ല. അയാൾ വോട്ട് ചെയ്തിട്ടില്ല, അയാൾ ഒരു കാര്യം അയാൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിയമത്തിൽ അതിൻ്റെ വ്യവസ്ഥകളോട് ഈ കുട്ടിക്ക് പൊരുത്തപ്പെടാൻ കഴിയാതെ പോവുകയാണ്. നമ്മൾ കുറ്റം ആയിട്ട് ചെയ്യുന്നു, പക്ഷേ 18 വയസ്സ് വരെ ചെയ്യുന്ന കുട്ടിയുടെ ഭാഗത്ത് വരുന്ന വീഴ്ചകളെ നമ്മൾ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ, അതായത് CCL എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുക. ആ ടേമാണ് നമ്മൾ ഉപയോഗിക്കുക. ഒരിക്കലും കുട്ടി കുറ്റവാളി എന്ന് വിളിക്കില്ല. ഇപ്പം മൈനറായ ഒരു കുട്ടി ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളിപ്പം ആ കുട്ടിയെ പ്രതി അല്ലെങ്കിൽ കുറ്റവാളി എന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോടതി കയറേണ്ടി വരുമോ? തീർച്ചയായും കുട്ടി അങ്ങനെ വിളിക്കാൻ പറ്റില്ല. ആക്ട് പറയുന്നിട്ടുണ്ട്. നമ്മൾ മുതിർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമത്തിന് അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. അതിൽ പറയുന്നു ഒരു കുട്ടിയെ കുറ്റവാളി എന്ന് വിളിക്കാൻ പറ്റില്ല. കുട്ടി ഇന്നസെൻ്റ് ആണ്. ചൈൽഡ് അപ് ടു ദ ഏജ് ഓഫ് 18 ഈസ് ഇന്നസെൻ്റ്. നിരപരാധിയാണ് ആ കുട്ടി. ആ കുട്ടി ചെയ്ത വിഷയങ്ങളെ നമ്മൾ ഈ ഒരു നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് ഈ കുട്ടി കുറ്റം ചെയ്തു എന്നും അതിനൊരുപാട് പ്രൊസീഡിങ്സ് ഉണ്ട്, സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൂടെ പഠിച്ച് ആ കുട്ടി എന്തുകൊണ്ടാണ് ഈ കുറ്റകൃത്യങ്ങളിൽ, ആ കുട്ടിക്ക് എന്താണ് പങ്കാളിത്തം, കുട്ടി എങ്ങനെയാണ് അതിനകത്ത് എത്തിപ്പെട്ടത്, ആരുടെ കുഴപ്പമാണ് എന്നുള്ള രീതിയിൽ പരിശോധിക്കുകയും അങ്ങനെ ആ കുട്ടിയെ നമുക്ക് കുറ്റവിമുക്തനാക്കിയിട്ട് ഈ ചെയ്തിട്ടുള്ള ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം അതൊന്ന് വിമുക്തനാക്കിയിട്ട് അവനെ സൊസൈറ്റിയിലേക്ക് റീഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ ഒരു ലക്ഷ്യം. ഇപ്പം ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും, സാധാരണ നമ്മളൊരു ക്രിമിനൽ കോർട്ടും ജുവനൈൽ ജസ്റ്റിസ് കോർട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പം ഈ പറയുന്ന ഒരു കോർട്ട് റൂമിലിരുന്ന് നമ്മൾ ഇതേപോലെ ഡിഫെൻസ് ഉണ്ടാവും, നമ്മൾ ഒരു പ്രോസിക്യൂഷൻ ഉണ്ടാവും, ഇങ്ങനത്തെ അതേപോലത്തെ തന്നെ പ്രൊസീജിയേഴ്സ് ആണോ ശരിക്കും ഈ കോർട്ടിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ്? ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത്, ജുവനൈൽ കോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു കോടതി ഇപ്പോൾ ഇല്ല. ഓക്കെ. ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ്. ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ന് പറയുന്നത് ഈ ആക്ട് അനുസരിച്ച് രൂപീകരിച്ചിട്ടുള്ള ഒരു ഫോറാണ്. ഇതിനകത്ത് 3 അംഗങ്ങളാണ്. എല്ലാ ജില്ലകളിലും നമുക്കതുണ്ട്. 3 അംഗങ്ങളുള്ള ഒരു ബോർഡാണ്, ഒരു സമിതിയാണ്. അപ്പോൾ അതിലൊരു മജിസ്ട്രേറ്റ് ഉണ്ട്, ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഇതിൽ ഒരു അംഗമാണ്. പിന്നെ 2 മറ്റംഗങ്ങളുമുണ്ട്. സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ശ്രദ്ധേയരായിട്ടുള്ള 2 പേരെ മെമ്പറാക്കിയിട്ടെടുക്കും. ഇതിനകത്ത് ഒരാൾ, ഏറ്റവും ചുരുങ്ങിയത് ഒരാളെങ്കിലും വനിതയായിരിക്കണം. അതാണ് അതിൻ്റെ ഒരു ഘടന. എന്തുകൊണ്ട്? അതാണ് പറഞ്ഞു വരുന്നത്. വനിതയായിരിക്കണം, ഒരാൾ വനിതയായിരിക്കണം എന്ന് ആക്ട് അനുശാസിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും വനിതയാവണമെന്ന് പറയുന്നത്? ഒരുപക്ഷെ ഈ നിയമം രൂപീകരിച്ചിട്ട് ആളുകളുടെ മനസ്സിൽ ഈ കുട്ടി നമ്മുടെ മുന്നിൽ, കുട്ടിയെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ആ കുട്ടി ഹാജരാകുമ്പോൾ ഈ വിചാരണ ചെയ്യപ്പെടുന്ന സമിതിക്ക് ഒരു മാതൃത്വത്തിൻ്റെ ഒരു വാത്സല്യം കുട്ടിയോട് തോന്നണം എന്നുള്ളതുകൊണ്ടായിരിക്കും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ എവിടെ ഇന്ത്യയിൽ എവിടെ രൂപീകരിക്കുമ്പോഴും അവിടെയുള്ള അംഗങ്ങളിൽ ഒരാളെങ്കിലും സ്ത്രീ ആയിരിക്കണം. പലപ്പോഴും ചിലയിടത്ത് 3 പേരും സ്ത്രീ ആവാം. കാരണം ഇതിനകത്ത് നിയമിക്കപ്പെടുന്ന മജിസ്ട്രേറ്റ് സ്ത്രീ ആയിരിക്കാം, തിരഞ്ഞെടുക്കപ്പെടുന്ന 2 സാമൂഹ്യ പ്രവർത്തകരും സ്ത്രീകളാകാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരാൾ നിർബന്ധമായി സ്ത്രീ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സമിതി കുട്ടികളോടുള്ള വാത്സല്യത്തോടു കൂടിയിട്ട് ഈ അവരുടെ വിഷയം പഠിക്കണം. ഈ നമ്മളിപ്പം ഒരു സെക്ഷൽ അബ്യൂസ് നേരിടുന്ന ഒരു കുട്ടി വിചാരിക്കും, ഇപ്പം നമ്മളൊരു പോക്സോൻ്റെ നമ്മളൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. അതായത് നമുക്ക് ഇപ്പോൾ ആ കുട്ടി ഒരു വിക്ടിം അല്ലെങ്കിൽ ചെറിയ കുട്ടിയാണല്ലോ,
അപ്പോൾ ആ വിക്ടിമിനെ നമ്മൾ പോലീസുകാർ ചെല്ലുന്ന സമയത്ത് യൂണിഫോമിലല്ലാതെ വീട്ടിലേക്ക് ചെല്ലണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഇപ്പോൾ അവർ വീട്ടിലേക്കോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോലും ആ കുട്ടിയെ കൊണ്ടുവരേണ്ട യാതൊരു വക ആവശ്യമില്ല. അടുത്ത വീട്ടുകാർ പോലും അറിയാതെ അത്രയും ഒരു സീക്രസിയിലായിരിക്കും കംപ്ലീറ്റ് മൊഴിയെടുക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതേപോലെ ഒരു കുട്ടി ഒരു ക്രൈം ചെയ്തെന്ന് വിചാരിക്കൂ, അപ്പോൾ ആ കുട്ടിയോടുള്ള സമീപനം എങ്ങനെയായിരിക്കും? ഒരു ഫസ്റ്റ് ആ കുട്ടിയോടുള്ള ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോലീസുകാർ വരുമ്പം അതിലെന്തെങ്കിലും ഡ്രസ്സ് ഇങ്ങനെ ധരിക്കാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? സോ ആ ഒരു പ്രൊസീജിയർ എങ്ങനെയായിരിക്കും? അല്ല, പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ മാഡം, ഈ പറയുന്ന കുട്ടി ഇതിനകത്ത് രണ്ടുപേരും നേരത്തെ പറഞ്ഞത് പോക്സോയിൽ 2 ഘടകങ്ങളാണുള്ളത്. ഒന്ന് വിക്റ്റിമാണ്, അതെ, മറ്റൊന്ന് അക്യൂസ്ഡാണ്, കുറ്റം ചെയ്തയാൾ. അപ്പോൾ ഈ കുറ്റം ചെയ്തയാൾ ചിലപ്പോൾ ഈ 18 വയസ്സ് പൂർത്തിയായില്ലെങ്കിൽ അപ്പോഴാണ് അവിടെ ആ കുട്ടിയുടെ വിഷയം വരുന്നത്. അപ്പോൾ ഈ കുറ്റം ആരോപിക്കപ്പെടുന്ന ആൾ, ഏത് കുറ്റമായിരുന്നാലും ശരി, കുറ്റം ആരോപിക്കപ്പെടുന്ന ആൾ അയാൾ കുട്ടിയാണ് എങ്കിൽ, 18 വയസ്സ് പൂർത്തിയായിട്ടില്ല എങ്കിൽ, അത് ഏത് തരം കുറ്റമായിരുന്നാലും ശരി, ആരോപിക്കപ്പെടുന്ന കുറ്റം അതിൻ്റെ സ്വഭാവം എന്തായിരുന്നാലും ശരി, അത്തരം കുട്ടികളെ സമീപിക്കാൻ ഒരൊറ്റ ക്രമീകരണം മാത്രമേ ഉള്ളൂ. അതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നമ്മുടെ സംസ്ഥാനത്ത് രൂപീകരിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഷൻ്റെ അവിടുത്തെ SHO അവിടെ നിയന്ത്രണത്തിൽ എല്ലാ സ്റ്റേഷനുകളിലും കുട്ടികളുടെ വിഷയം കൈകാര്യം ചെയ്യാൻ മാത്രമായിട്ട് 2-3 പോലീസുകാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ആ വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ അത്തരം ആളുകൾ ഈ കുട്ടിയുടെ വീട്ടിൽ പോവുക, കാര്യങ്ങൾ അന്വേഷിക്കുക, എന്തുകൊണ്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ എടുക്കുക. ഇനി ആ കുട്ടി കുറ്റം ചെയ്തു എന്ന് അവർക്ക് തോന്നുന്ന അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ തന്നെ അടിയന്തരമായിട്ട് അവർ നേരെ വേറെ ഒന്നും ചെയ്യരുത്. അവർ അടിയന്തരമായിട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് സിറ്റിങ്ങിലുള്ള സമയത്താണെങ്കിൽ ബോർഡിൻ്റെ മുമ്പാകെ റിപ്പോർട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള അവർക്ക് ലഭ്യമായിട്ടുള്ള ഒരു ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗത്തിൻ്റെ മുമ്പാകെ ഈ കുട്ടിയുടെ വിഷയം അവതരിപ്പിച്ച് ഈ കുട്ടി എവിടെയാണ് താമസിപ്പിക്കേണ്ടത്. കാരണം ഈ കുറ്റം ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ കുട്ടിയെ ഷെൽട്ടർ ചെയ്യണം, കുട്ടി എവിടെ താമസിക്കണം, കുട്ടി രക്ഷിതാവിൻ്റെ കൂടെ താമസിക്കാവോ അല്ല വേറെ എവിടെയെങ്കിലും പാർപ്പിക്കണോ, അതുപോലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ്. അപ്പോൾ അവർ അവിടെ കൊണ്ട് ഹാജരാക്കണം. സാധാരണ ഒരു കോടതിയിൽ നമ്മൾ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കുന്ന ആ ഒരു നടപടിക്രമമാണ്. പക്ഷേ അതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവിടെ ഈ കുട്ടി ആവുമ്പോൾ കുട്ടിക്ക് ആൾക്ക് അങ്ങനെ അയാളെ വേറെ എവിടെയും കസ്റ്റഡിയിൽ വെക്കാനോ ഒന്നും പറ്റില്ല. ഓക്കെ. സോ നമ്മളിപ്പോൾ റീസെൻ്റ്ലി അഡോളസൻസ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഫസ്റ്റിൽ തന്നെ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിവിടെ നടക്കുന്നതല്ല, ഒരു അമേരിക്കൻ സീരീസാണ്. ഈ പോലീസ് കുട്ടീനെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോഴും പോലീസ് വണ്ടിയും വിത്ത് യൂണിഫോം ആൻഡ് വിത്ത് ഗൺസ് ആൻഡ് എവറിത്തിങ് ആ കുട്ടിയുടെ വീട്ടിലേക്ക് കയറുന്നു. ആ കുട്ടീനെ കിടക്കുന്ന ബെഡിൽ നിന്ന് തന്നെയാണ് അവർ ആ കുട്ടീനെ കൊണ്ടുപോകുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒരു ഭീതിപ്പെടുത്തുന്നത്. ഇത് ഇപ്പം 18 വയസ്സിന് മേലെയുള്ള ഒരു ആക്ച്വൽ ഒരു ക്രിമിനലിനെ കൊണ്ടുപോകുന്ന പോലെ തന്നെയാണ് ഈ പറഞ്ഞ മൈനർ ഒരാളെയും കൊണ്ടുപോകുന്നത്. അപ്പം ശരിക്കും അങ്ങനെയാണോ ഈ കേരളത്തിലെയും സിറ്റുവേഷൻ? ഒരു കുട്ടി ഇപ്പം പോലീസ് അറിഞ്ഞു ആ കുട്ടി തന്നെയാണ് ആ ഒരു ക്രൈം ചെയ്തിരിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഭയാനകമായ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കുമോ ആ കുട്ടീനെയും കൊണ്ടുപോവുക? അതും ഇതൊന്നും തമ്മിൽ യാതൊരു താരതമ്യമില്ല. ഒന്നത് സിനിമയാണ്, മറ്റത് ഇവിടെ. ഒരു കാര്യം, നമുക്ക് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ നമുക്കൊരു നിയമമാണ്. ഇവിടെ ഒരു കുട്ടി അത്തരം കുറ്റം ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും കുറ്റവാളി എന്ന് വിളിക്കാൻ പറ്റില്ല, കുറ്റം ആരോപിക്കപ്പെടുകയാണ്. നമ്മൾ കുറ്റം സ്ഥാപിച്ചാൽ മാത്രമേ നമ്മളെ കുറ്റകൃത്യം ചെയ്തു എന്ന് പറയാൻ പറ്റൂ. അതുവരെ നമ്മൾ ആരെയായിരുന്നാലും ശരി, മുതിർന്ന ആളായിരുന്നാലും ശരി, ചെറിയ കുട്ടിയായിരുന്നാലും ശരി, ആരോപിതനാണ് ആൾ. അപ്പോൾ ഈ ആരോപിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ പോലീസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ കുട്ടിയുടെ ഐഡൻറ്റിറ്റി, കുട്ടിയുടെ ഭാവി ജീവിതത്തിന് നിഴലാകുന്ന ഒരു പ്രവർത്തനവും പോലീസിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. കാരണം അതാണ് ഇതിനകത്ത് പറയുന്നത്. ഒരു സോഷ്യൽ ടാബു അല്ലെങ്കിൽ സ്റ്റിഗ്മ ഈ കുട്ടിക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം കുട്ടി വളരെ ചെറിയ പ്രായമാണ്. ഈ ചെറിയ പ്രായത്തിൽ ഒരു കുട്ടിയെ കുറ്റവാളിയാക്കി മാറ്റുകയും അങ്ങനെ ആ കുട്ടി പിന്നീട് സമൂഹത്തിൽ കുറ്റവാളി എന്ന് ബ്രാൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവൻ പിന്നീട് ജീവിച്ചു തീർക്കേണ്ട വളരെ ദീർഘമായൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ ഈ സ്റ്റിഗ്മയും പേര് നടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ്
ഒരു സ്റ്റിഗ്മയും ഈ കുട്ടി കേൾക്കാത്ത രീതിയിൽ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ റിസർച്ച് ചെയ്യുന്നൊരു സമയത്ത് ഞാൻ കണ്ടൊരു ഡേറ്റയാണ് കേട്ടോ. അതായത് 2023-24 കാലഘട്ടത്തിലെ ഒരു ഡേറ്റ അനുസരിച്ച് 100ഓളം കുട്ടികളാണ് ഈ എന്താ പറയുക ക്രൈം ലിസ്റ്റിൽ വന്നിട്ടുള്ളത് എന്നാണ്. ഈ ഒരു കണക്ക് കേൾക്കുമ്പം സാറിന് എന്താണ് തോന്നുന്നത്? അല്ല, കണക്കുകളെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കണക്കുകൾ ക്രൈം ബ്യൂറോയിലെ കണക്കുകളിൽ ഒരുപാട് കൃത്യമതയും അല്ലാത്തതും എല്ലായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതല്ല പ്രശ്നം. നമ്മളിപ്പോൾ കുട്ടികൾ എല്ലായിടത്തും ഇതിനപ്പുറത്തുള്ള കേസുകളൊക്കെ ഉണ്ടാകാറുണ്ട്. വളരെ ഗൗരവമുള്ള വിഷയങ്ങളിലൊക്കെ കുട്ടികൾ കുറ്റാരോപിതരായി മാറാറുണ്ട്. അവിടെ നമുക്ക് ഈ കാരണം ഇതിനകത്ത് കുറ്റം നമുക്ക് അങ്ങനെ ഒരു ഇല്ലസ്ട്രേറ്റ് ചെയ്ത് മാത്രമേ പറയാൻ പറ്റൂ. സാധാരണഗതിയിൽ മറ്റൊരു കോടതിയെ പോലെ ഇത് പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് പലതും പറയുമ്പോൾ കുട്ടിയുടെ ഐഡൻറ്റിറ്റി, ചില കഥകളൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. കുട്ടിയുടെ ഐഡൻറ്റിറ്റി ഒരു കാരണവശാലും നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഞാൻ ഒരു കാര്യം അതിനിടയിൽ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. 2015 എന്തുകൊണ്ടാണ് നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഭേദഗതി ചെയ്തതെന്നുള്ളത്. അപ്പോൾ 2000 നമുക്ക് ഈ ആക്ട് വന്നു. അതിന് ശേഷമാണ് നമ്മളെല്ലാവരുടെയും വേദനിപ്പിച്ച ഒരു ദുരന്തം ഡൽഹിയിലുണ്ടായത്. നിർഭയ കേസ് എന്ന് ആ പേരിൽ അറിയപ്പെടുന്ന ഒരു ദുരന്തം ഉണ്ടായി. അപ്പോൾ അതിലെ കുട്ടിക്ക്, ഇതിനകത്ത് ഒരു കുറ്റാരോപിതനായ ഒരു കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായിരുന്നില്ല. ആ കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, അന്നത്തെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ആ കുട്ടിയെ ഒരു മറ്റൊരു രീതിയിൽ പരിഗണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായപ്പോൾ, വലിയൊരു കുഴപ്പമുണ്ടായപ്പോൾ ആണ് നമ്മൾ ഈ ആക്ട് ഭേദഗതി ചെയ്തത്. അപ്പോൾ ഈ ആക്ട് ഭേദഗതി ചെയ്തപ്പോൾ ഇതിനകത്തൊരു വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് പഴയ ആക്റ്റും ഈ ആക്റ്റും തമ്മിൽ. കാരണം ഇതിനകത്ത് 16 വയസ്സ് വരെ ഉള്ള ഏത് കുട്ടിയും ഒരുപോലെ കണക്കാക്കുക. 16 വയസ്സ് മുതൽ 16-നും 18-നും മധ്യമുള്ളൊരു കുട്ടി, അയാൾ ഒരു ഹീനിയസ് ഒഫൻസ് ചെയ്യാണ്. ഹീനിയസ് ഒഫൻസ് എന്ന് പറഞ്ഞാൽ 7 വർഷമോ അതിലേറെയോ തടവ് വിധിക്കാവുന്ന മുതിർന്ന ഒരാൾ ചെയ്താൽ, അങ്ങനൊരു കുറ്റം ഈ കുട്ടി ചെയ്തു എന്ന് വയ്ക്കുക. 18 വയസ്സിന് 16-നും 18-നും ഇടയുള്ള അങ്ങനൊരു കുട്ടി, നേരത്തെ പറഞ്ഞ പോലെ നിർഭയ പോലുള്ള കേസിലൊക്കെ വന്നതുപോലെ ഒരു ഹീനിയസ് ഒഫൻസ് ഈ കുട്ടി കമ്മിറ്റ് ചെയ്താൽ, അപ്പോൾ പഴയതുപോലെ അല്ല, ഇപ്പോൾ ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഇതിൻ്റെ മെറിറ്റ് ഹീനിയസ് ഒഫൻസാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഈ കുട്ടിയെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയും സൈക്യാട്രിസ്റ്റിൻ്റെയും വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കണം. എന്നിട്ട് അവർ ഈ കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സാന്നിധ്യം എന്തായിരുന്നുവെന്ന്, ഈ കുട്ടിക്ക് അതിനോടുള്ള ഒരു സമീപനം എന്തായിരുന്നുവെന്ന്, ഇവന് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യൻ്റെ ഇതിൻ്റെ ഭവിഷ്യത്തിനെക്കുറിച്ചൊക്കെ പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണോ ഇവൻ ചെയ്തത് എന്ന് ഈ സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും അടങ്ങുന്ന ഒരു മെഡിക്കൽ ബോർഡ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് ഒരു റിപ്പോർട്ട് കൊടുക്കണം. എന്നിട്ട് ആ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇയാൾ പൂർണ്ണ ബോധ്യത്തോടു കൂടി ചെയ്ത ഒരാളാണ് എന്ന് വന്നാൽ ഒരു ഹിയറിംഗ് നടത്തിയിട്ട് ഈ കേസ് നമ്മൾ നേരെ മുതിർന്ന ആളുകളുടെ കേസ് പരിഗണിക്കുന്നത് പോലെ പരിഗണിക്കാനായി ശുപാർശ ചെയ്തുകൊണ്ട് ചിൽഡ്രൻസ് കോടതിയിലേക്ക് അയക്കും. അതാണ് ഈ ആക്ട് വന്നപ്പോൾ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാറ്റം. ഇതാണ് നേരത്തെ ഉണ്ടായിരുന്നത്, എല്ലാവരും 18 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളെയും ഒരേപോലെ കണക്കാക്കുക. ഇവിടെ ഒരു ഡിഫറൻസ്, നമ്മൾ 16 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കുറ്റകൃത്യങ്ങളെ, ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങളെ ഒന്നായിട്ടും 16-ന് ശേഷം 16-നും 18-നും മധ്യയുള്ള കുട്ടികളെ ഗൗരവമുള്ള കുറ്റകൃത്യം, അതാണ് ഹീനിയസ് ഒഫൻസ് എന്നാണ് അതിനെ പറയുന്നത് ആ നിർവചനത്തിൽ. അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു കൊലക്കേസോ അതുപോലുള്ള കേസുകളൊക്കെ വരുമ്പോൾ 7 വർഷത്തിൽ കൂടുതൽ, സാധാരണഗതിയിൽ ശിക്ഷിക്കപ്പെട്ടാൽ 7 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ അനുഭവിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ്. അപ്പോൾ അത്തരം കേസുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ ഈ സൈക്യാട്രിസ്റ്റിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെയും ഈ കുട്ടിയുടെ ഒരു അസസ്മെൻ്റ് എന്ന് പറയും, പ്രീ അസസ്മെൻറ്റ്. ആ പ്രീ അസസ്മെൻറ്റ് നടത്തിയിട്ട് ആ അസസ്മെൻറ്റിൻ്റെ റിപ്പോർട്ടും കൂടി ചേർത്തിട്ടാണ് നമ്മൾ കേസ് പരിഗണിക്കുക. ഈ ഡൽഹിയിലെ ഇഷ്യൂ എനിക്ക് ആക്ച്വലി ഒരു ചോദിക്കണ ആഗ്രഹമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം അത്രയും അധികം പ്രതികളുടെ ഇടയിൽ ഏറ്റവും ഹീനമായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് മൈനറായിരുന്ന ഒരാളാണ്. അപ്പം അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ആ വ്യക്തിയെ മൈനറാണെന്നുള്ളൊരു പേരിൽ എന്തുകൊണ്ടാണ് കോടതി ഇങ്ങനെ ഒരു ഇളവ് കൊടുക്കുന്നത്? കാരണം എന്തൊക്കെ പറഞ്ഞാലും ബാക്കി അഡൾട്ടായിട്ടുള്ള ആൾക്കാർ ചെയ്ത കാര്യങ്ങളെക്കാൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഹീനകരമായി ചെയ്ത വ്യക്തി മൈനറായിട്ടുള്ള ആളാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും ഒരു ഇത്തരം ക്രൈമുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് പണ്ട്, ഇപ്പോൾ ഈ ഒരു ആക്ട് വന്നതിന് ശേഷം മാറിയിട്ടുണ്ട്,
എന്തുകൊണ്ട് അങ്ങനെ ഒരു എന്താ പറയുക ഇളവ് കൊടുക്കാനുള്ള ഒരു കാരണമായിട്ട് തോന്നിയിരിക്കുന്നത്? ഇളവ് കൊടുക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഈ കുട്ടിയെ ആജീവനാന്തം കുറ്റവാളിയാക്കി മാറ്റുക എന്നുള്ളതല്ല. കാരണം ഈ സംഭവം എപ്പോഴാണ് നടക്കുന്നത്? 18 വയസ്സിന് മുമ്പ്. ഈ 18 വയസ്സിന് മുമ്പ് ഒരു കുറ്റകൃത്യം അയാളുടെ പേരിൽ ആരോപിക്കപ്പെടുകയും ആ കുറ്റം തെളിയുകയും അയാളെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് കൊടുക്കാൻ പറ്റാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറഞ്ഞാൽ 3 വർഷം വരെയുള്ള ചില ക്രമീകരണങ്ങളാണ് ചെയ്യാൻ കഴിയുക. ഇനി അതല്ല, മറ്റൊരു കേസിൽ വന്നു കഴിഞ്ഞാൽ പോലും അയാളെ നമ്മളൊരു 5-10 കൊല്ലം ശിക്ഷിച്ചു എന്ന് വെക്കുക. അപ്പോഴേക്കും അയാളുടെ പ്രായം എത്രയാണ്? അഡൾട്ട് ഒരു 26 വയസ്സുണ്ടാവും അല്ലേ? ഈ 26 വയസ്സ് വരെ ഇയാൾ ഒരു കുറ്റവാളി എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ വന്നൊരു സ്റ്റിഗ്മയോട് കൂടിയിട്ട് ഇയാൾ പുറത്തിറങ്ങുന്നത് ഒരു നല്ല യുവത്വത്തിൻ്റെ സമയത്ത്. നമ്മളിപ്പോൾ PSC അപേക്ഷിക്കേണ്ട സമയം തന്നെ 40 വയസ്സ്. അപ്പോൾ നല്ലൊരു യുവത്വത്തിൻ്റെ സമയത്താണ് ഇയാൾ പുറത്ത് വരുന്നത് അല്ലേ? ആ പുറത്ത് വന്നിട്ട് പിന്നീടുള്ള ശിഷ്ടകാലം മുഴുവൻ ഇയാൾ അറിയപ്പെടുന്ന ഒരു കുറ്റവാളിയായിട്ട് നാട്ടിലുണ്ടാവും. അത് യഥാർത്ഥ സമൂഹത്തിനൊരു ത്രട്ടാണ്. മറിച്ച് ഇയാളെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വേണ്ട രീതിയിലുള്ള ഒരു മനഃശാസ്ത്രപരമായ അയാൾക്ക് വേണ്ട ഒരു ഇതൊക്കെ കൊടുത്ത്, കൗൺസിലിങ്ങൊക്കെ കൊടുത്ത് അയാളെ മിടുക്കനാക്കി മാറ്റി, എന്നിട്ട് സൊസൈറ്റിക്ക് വേണ്ടുന്ന ഒരു ഉപകാരപ്രദമായ ഒരു പ്രോഡക്റ്റാക്കി മാറ്റാൻ കഴിയും. അതാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ അപേക്ഷ. കാരണം അല്ലാതെ ശിക്ഷിക്കല്ല, റിഫർമേഷനാണ്. നമ്മുടെ ലോ തന്നെ റിഫർമേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമ്മൾ കാണുന്നത് കുട്ടിയെ അപ്പം തന്നെ ശിക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളൊരു പഴയൊരു പ്രാകൃത കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, ചെവിക്ക് ചെവി എന്നൊക്കെ പറയുന്ന ആ ഒരു ശിക്ഷയല്ല. നമുക്ക് വേണ്ടത് ഈ കുട്ടിയെ നമുക്ക് എങ്ങനെയാണ് സമൂഹത്തിൽ റീഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയുക, ഒരു സോഷ്യലി യൂസ്ഫുൾ പ്രോഡക്റ്റാക്കി മാറ്റാൻ കഴിയുക. സൊസൈറ്റിക്ക് ഒരു യൂസ്ഫുൾ പ്രോഡക്റ്റാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ചെയ്യുന്നത്. കാരണം അത് നമ്മൾ ഒരു നെഗറ്റീവായിട്ട് ചിലപ്പോൾ പല ആളുകളും കണ്ടിട്ട് അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. അങ്ങനെയല്ല, അവിടെ നടക്കുന്നത് വളരെ ഒരു സൊസൈറ്റിക്ക് നാളെ ഉപയോഗപ്രദമാകുന്ന കുറേ മനുഷ്യരെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം സാറിൻ്റെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിൽ, അതായത് ഒരു അഡൾട്ടായിട്ടുള്ള ഒരാളെ പോലും പേടിപ്പിക്കുന്ന തരത്തിൽ സാറ് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ സാറ് ഡീൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും മൈനർ കേസുകളുണ്ടോ ഇതേപോലെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ വന്നിട്ടുള്ള? അങ്ങനെ ഗൗരവമുള്ളൊരു കേസൊന്നും എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല ശരിക്ക്, അത്രയും ഗൗരവമുള്ള. പക്ഷേ സ്വാഭാവികമായിട്ടും ലൈക്ക് എനി അതർ, കാരണം കുട്ടി സൊസൈറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കുട്ടിയെ സ്വാധീനിക്കും. അപ്പോൾ അതിനകത്ത് ലഹരി ഉപയോഗിക്കുന്നുണ്ട് കുട്ടികൾ. അത് വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത്, ബാക്കി ഏത് കുറ്റം കുട്ടി ചെയ്താലും പിന്നെ അയാൾ ചെയ്യില്ല. ഒരു തവണ ചെയ്തു, ഒരു ട്രയൽ കഴിഞ്ഞു, വേണ്ട രീതിയിലൊക്കെ ഉപദേശിച്ച് കഴിഞ്ഞാൽ അയാൾ ചെയ്യില്ല. നേരെ മറിച്ച് ലഹരി ആകുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്, അയാൾക്കൊരു അഡിക്ഷൻ ഉണ്ട്. അയാൾ നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അയാൾ വീണ്ടും തിരിച്ച് വന്ന 1-2 അനുഭവം എനിക്കുണ്ട് ലഹരി. ബാക്കി ഒരു കേസും ഒരു തവണ നമ്മൾ ഈ പറയുന്ന ക്രമീകരണങ്ങളൊക്കെ ചെയ്ത്, പിന്നെ മാത്രമല്ല ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റിൽ കേരള ഗവൺമെൻറ് ഒരു പ്രത്യേക സംവിധാനം ചെയ്തിട്ടുണ്ട്. കാവൽ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട്, കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. കാവൽ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ അത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, അതുവരുമായിട്ടൊരു ധാരണ എത്തിയിട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഈ രീതിയിൽ ഒരു കുട്ടിയെ റിഫോം ചെയ്തിട്ട് വിട്ടാൽ ആ പേരും ലിസ്റ്റും നമ്മൾ ഈ കോളേജിനേക്ക് അല്ലെങ്കിൽ കാവൽ എന്നുള്ള പദ്ധതിക്ക് കൊടുക്കും. അപ്പോൾ കാവൽ പദ്ധതി അവർ ഈ കുട്ടിയെ ഫോളോ അപ്പ് ചെയ്യും നിരന്തരമായിട്ട്. ഈ കുട്ടി എവിടെയാണ് പോകുന്നത്, പഠിക്കുന്നുണ്ടോ, കോളേജിൽ പോകുന്നുണ്ടോ, കൃത്യമായിട്ടാണോ പോകുന്നത് എന്നൊക്കെ നോക്കുകയും ഫോളോ അപ്പ് ചെയ്യുകയും അതിനനുസരിച്ചിട്ടുള്ള റിപ്പോർട്ട് വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുട്ടിയെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇവൻ സൊസൈറ്റിക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു നല്ലൊരു കുട്ടിയായിട്ട് മാറുന്നു എന്ന് നമ്മൾ കൺഫേം ചെയ്യാം. അത് നമ്മൾ കേരളത്തിൽ വളരെ ഇഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ലഹരിയുടെ കേസ് പറയുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഈ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടുന്നത് നമുക്കറിയാം പല ബാഹ്യശക്തികളുടെ സ്വാധീനത്തിൻ്റെ പുറത്താണ്. ഈ ബാഹ്യശക്തികളുടെ സ്വാധീനം എന്ന് പറയുന്നത്, ഇവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ലഹരി ഉപയോഗിക്കും. ലഹരി ഉപയോഗിച്ച് വരുമ്പോൾ ഇവരതിന് അഡിക്റ്റാവും.
ആദ്യം ഇവർക്ക് സൗജന്യമായിട്ടൊക്കെ കിട്ടിയെന്ന് വരും, പിന്നെ കുറച്ച് പൈസ കൊടുക്കണം. ഈ അഡിക്റ്റ് ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ വിൽപ്പനക്കാരൻ ഈ കുട്ടിയോട് അമിതമായ ഒരു ചാർജ് വയ്ക്കും. ഈ ചാർജ് കുട്ടിക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ചിലപ്പോൾ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നോ ആയിട്ട് കാശ് സ്വരൂപിക്കാൻ ശ്രമിക്കും. അതൊന്നും സാധിക്കാത്തൊരു പശ്ചാത്തലം വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടിയെ മെല്ലെ ഇവർ ക്യാരിയേഴ്സ് ആക്കും. മറ്റുള്ള കുട്ടികൾക്ക് കൊടുത്തിട്ട് നീ 4 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഒരാൾക്ക് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയെ ഈ വിൽപ്പനയുടെ ഭാഗമാക്കി മാറ്റാൻ തുടങ്ങും. അപ്പോൾ ഈ കുട്ടിക്ക് ലഹരി ഉപയോഗിക്കാൻ കഴിയുന്നു, കുട്ടി വേറെ ചില ആളുകളിലേക്ക് ഇത് സംക്രമിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു സ്റ്റേജിലാണ് കുട്ടി പിടിക്കപ്പെടുന്നത്. അല്ലാതെ കുട്ടി ആദ്യം ലഹരി ഉപയോഗിക്കുന്ന സമയത്തൊന്നും ചിലപ്പോൾ പിടിച്ചൊന്നും വരില്ല. കുട്ടി ലഹരി ഉപയോഗിച്ച് അതിൻ്റെ ഒരു അഡിക്റ്റായിട്ട് വരുമ്പോൾ ആണ് പിടിക്കപ്പെടുക. അങ്ങനെ പിടിക്കപ്പെടുന്ന കുട്ടിക്ക് നമ്മൾ ഏതെല്ലാം രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്താലും, സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്താലും ഇവൻ്റെ മനസ്സിൽ എവിടെയെങ്കിലും ഈ അഡിക്ഷൻ്റെ ഒരു അല്പം ബാക്കിയുണ്ടാവും. മറ്റൊന്ന്, ഇവൻ്റെ ഇതിന് ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു ഏജൻറ്റ്, വിൽപ്പനക്കാരനുണ്ടാവും. അയാൾ പരിസരത്ത് എവിടെയോ ഉണ്ട്. ഈ കുട്ടി പുറത്തിറങ്ങിയാൽ അയാൾ പിന്നെയും ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം കണ്ണുവെട്ടിച്ച് അയാൾ പിന്നെയും ഈ കുട്ടിയെ സ്വാധീനിക്കും. അപ്പോൾ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞാൽ 2-3 രീതിയിലാണ്. ഒന്ന്, ആ കുട്ടിയെ ഈ പ്രലോഭിപ്പിച്ച് സ്വാധീനിക്കാം. 2, ഭീഷണിപ്പെടുത്തുകയും ചെയ്യാം. കാരണം ഇയാൾ നേരത്തെ വിൽക്കുകയോ ചെയ്യുന്നതിൻ്റെ പല രേഖകളും ഫോട്ടോയോ മറ്റേ കാര്യങ്ങളോ ഒക്കെ ഇയാളുടെ കയ്യിലുണ്ടാവും. അതൊക്കെ കാണിച്ചോ ഏതെങ്കിലും രീതിയിൽ ഞാനിത് നിന്നെ കുരുക്കും എന്ന് പറഞ്ഞാൽ ഈ കുട്ടി വീണ്ടും നിഷ്കളങ്കനായ കുട്ടി ഇത് ചെയ്യേണ്ടി വരും. അവിടെയാണ് കുട്ടികൾ കുരുങ്ങിപ്പോകുന്നത്. നേരെ മറ്റൊരു കുറ്റകൃത്യത്തിന് ഇങ്ങനെ വേറൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. ബാക്കിയെല്ലാം നമ്മൾ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളും കുട്ടി ഏതെങ്കിലും രീതിയിൽ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തു പോയി. ചെയ്തു അത് അയാൾക്ക് തിരുത്തണമെന്ന് തോന്നി, തിരുത്തി അയാൾ ആ രീതിയിൽ അങ്ങ് തുടർന്നു പോകുന്നു. പക്ഷേ പിന്നെയും ഇത് ചെയ്യണം എന്ന് ഈ കുട്ടിയെ നിർബന്ധിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന, ആ കുട്ടി വീണ്ടും അതിലേക്ക് ആകർഷിക്കുന്ന ഒരു എക്സ്റ്റേണൽ ഏജൻസി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ലഹരിയിൽ. വേറൊന്നുമില്ല, അതില്ല. അതുകൊണ്ടാണ് ഈ ലഹരിയിലെ കുട്ടികൾ വീണ്ടും വീണ്ടും ഇതിനകത്ത് കുറ്റം ആവർത്തിച്ച് ചെയ്യുന്നത്. സർ, വാക്ക് മീ ത്രൂ ദ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്. അതായത് നമ്മൾ സാധാ ഒരു ക്രിമിനൽ കോർട്ടിൽ വരുന്ന പോലെ ഈ പറയുന്ന ഒരു ജഡ്ജ് ഉണ്ടാവും. എൻ്റെ ഒരു അറിവിൽ ക്രിമിനൽ കോർട്ടിൽ ഒരു ജഡ്ജ് ഉണ്ടാവും, ഒരു പ്രോസിക്യൂട്ടർ ഉണ്ടാവും, ഡിഫൻസ് ഉണ്ടാവും, ബാക്കി വാദി ഉണ്ടാവും, പ്രതി ഉണ്ടാവും, ബാക്കി പിന്നെ കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരുണ്ടാവും, അങ്ങനെ പിന്നെ ഒരു ക്ലർക്ക് ഉണ്ടാവും. അങ്ങനെയാണ് ഒരു ക്രിമിനൽ കോർട്ടിൻ്റെ ഒരു ടോട്ടൽ ഐഡിയ നമുക്കുള്ളത്. ബട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ന് പറയുമ്പം എത്ര ജീവനക്കാരാണ്? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി ട്രയലിന് വരികയെന്ന് വിചാരിക്കൂ, എങ്ങനെയായിരിക്കും മൊത്തത്തിൽ അതിൻ്റെ ഒരു പ്രോസസ്സ്? ഒന്ന്, ഒരു ക്രിമിനൽ കോടതിക്ക് ഒരു കോടതിയുടെ അന്തരീക്ഷമുണ്ട്. നമുക്കറിയാം, ഒരു ജഡ്ജ് അദ്ദേഹം ഒരു എലവേറ്റഡ് പ്ലാറ്റ്ഫോമിലാണ് ഇരിക്കുന്നത്. ഒരു എലവേറ്റഡ് പ്ലാറ്റ്ഫോമിലിരിക്കുന്നു, യൂണിഫോം ഇടുന്നു, കുറേ വക്കീലന്മാർ, അവരും എല്ലാം പല വ്യത്യസ്തമായ യൂണിഫോമുകളിൽ വക്കീലന്മാരുണ്ട്, പിന്നെ ഒരു ക്രൗഡ് ഉണ്ട്. അതവസരം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ഇതൊന്നുമില്ല. കാരണം ഒരു എലവേറ്റഡ് പ്ലാറ്റ്ഫോം പാടില്ല. ആക്ട് തന്നെ പറയുന്നത് എലവേറ്റഡ് പ്ലാറ്റ്ഫോം ഇല്ല. ഒരു കോമൺ ഒരു ഹാൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലുള്ളൊരു ഹാള്. ആ ഹാളിൽ 3 പേര് സാധാരണ ഒരു മനുഷ്യരിരിക്കുന്നത് പോലെ ഇരിക്കുകയാണ്. മജിസ്ട്രേറ്റ് ആയിരുന്നാലും ശരി, മറ്റു മെമ്പർമാരായിരുന്നാലും ശരി. ഇതിലെ 3 മെമ്പർമാർക്കും തുല്യ അധികാരമാണ് കൊടുത്തിട്ടുള്ളത്. ഈ മജിസ്ട്രേറ്റിന് പ്രത്യേക അധികാരം അങ്ങനെയൊന്നുമില്ല. എല്ലാവരും കൂടി ചേർന്നിട്ട് ആലോചിച്ച് ഒരു പൊതു തീരുമാനം എടുക്കുക. അതിൽ തന്നെ ഈ 3 പേരിൽ വ്യത്യസ്തമായ അഭിപ്രായം വരുന്നുവെങ്കിൽ അതിനകത്തെ 3 പേരിൽ മെജോറിറ്റി ഏതാണോ തീരുമാനിക്കുന്നത് അത് തീരുമാനിക്കാം. അങ്ങനെയാണ്. മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ മറ്റു മെമ്പർമാർക്കോ ആർക്കെങ്കിലും ഒരു നേരത്തെ ഞാൻ സൂചിപ്പിച്ച വനിതാ മെമ്പർക്കോ ഒന്നും ആർക്കും ഒരു പ്രത്യേക അധികാരം കൊടുത്തിട്ടില്ല. ഇതിനകത്ത് ഒരുമിച്ച് ആലോചിച്ച് തീരുമാനിക്കാം. പക്ഷേ അതിനകത്ത് മജിസ്ട്രേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റ് ഇതിനകത്ത് ഈ ഉത്തരവിൽ ഒപ്പുവെക്കണം. അത്രേ ഉള്ളൂ, ഒപ്പുവെക്കണം, അതുമാത്രമേ ഉള്ളൂ. പക്ഷേ തീരുമാനം മെജോറിറ്റി ഡിസിഷനാണ് എടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കോടതി അന്തരീക്ഷം അവിടെ ഇല്ല, പോലീസില്ല. പോലീസുകാരുണ്ടാകാം, പോലീസ് മഫ്റ്റിയിലാണ്, ആളില്ല. വേറെ വക്കീലുമാരാരും വേഷത്തിലല്ല. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രൈവസി ഇതിനകത്ത് ഗ്യാരൻറ്റീഡാണ്. പ്രത്യേകിച്ചിട്ട് സീക്രട്ട് ആയിരിക്കും. അതെ,
ഇൻ ക്യാമറയാണ് ഇതിൻ്റെ പ്രൊസീഡിങ്സ് എല്ലാം. വളരെ പ്രത്യേകിച്ച് ഗൗരവമുള്ള കേസുകളാണെങ്കിൽ ഇൻ ക്യാമറയാണ്. ചെറിയ ചെറിയ കേസുകളൊക്കെയാണ് കുട്ടിയോട് ചോദിക്കും, നീ ചെയ്തിട്ടുണ്ടോ മോനെ എന്നൊക്കെ ചോദിക്കും. അത് ചെയ്തു പോയത്, അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ ആളെ അഡ്മോണിഷ് ചെയ്ത് അങ്ങ് വിടും, താക്കിയതൊക്കെ ചെയ്ത് വിടും, മേലെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. അത്രയും ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തൊരു കോടതി അന്തരീക്ഷം ഇല്ല തന്നെ, ഒരു ചൈൽഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിലാണ് ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പ്രവർത്തിക്കുന്നത്. ഈ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ സാർ പറഞ്ഞല്ലോ, ഇതന്നെ നമ്മൾ സാധാരണക്കാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അറിയുന്ന കാര്യമായിരിക്കില്ല. അപ്പം ഒരു കോമൺ മാനിന് അറിയാൻ പാടില്ലാത്ത ഒരു ജുവനൈൽ ജസ്റ്റിസ് നിയമം ഉണ്ടോ? ഒരുവിധം ആൾക്കാർക്ക് ഈ ഒരു നിയമം ഉള്ളത് അറിയില്ല എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു റൂളുണ്ടോ? റൂളെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ അറിയും. എല്ലാ നിയമങ്ങളും ഇവിടെ പ്രത്യേകം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങളുണ്ട്, നമുക്ക് എല്ലാ നിയമമൊന്നും ആർക്കും അറിയില്ല. പക്ഷേ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിലെനിക്ക് തോന്നുന്നത് നമ്മൾ എഡോപ്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എത്ര പേർക്ക് എഡോപ്ഷനെ കുറിച്ച് അറിയാമെന്ന് എനിക്കറിയില്ല, എത്ര പേർക്ക് ദത്തിനെ കുറിച്ച് അറിയാമെന്ന് എനിക്കറിയില്ല. വലിയ ഇതാണ്. പോട്ടെ, അത് ദത്തിനെ കുറിച്ചല്ല ഞാനിപ്പോൾ പറയാൻ സൂചിപ്പിക്കുന്നത്. എന്നോട് ചോദിച്ചൊരു ചോദ്യം ജനത്തിനറിയാത്ത, എനിക്ക് തോന്നുന്നു എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇന്നലെ പോലും എറണാകുളത്ത് കടലിലൊരു ചെറിയ 3 ദിവസം പ്രായമുള്ളൊരു കുട്ടിയെ ആരോ വലിച്ചെറിഞ്ഞ് കടലിൽ വെള്ളത്തിൽ പൊങ്ങിയിട്ടുണ്ട്. ആരോ വലിച്ചെറിയുക എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം ആരാണ് വലിച്ചെറിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത്, നമുക്കറിയാം, ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇതിനെ ഒഴിവാക്കാൻ ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റിൽ സെക്ഷൻ 35 അനുസരിച്ചിട്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ സെക്ഷൻ 35 അനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു രക്ഷിതാവിന്, അത് പ്രസവിച്ച അമ്മക്കാകാം അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്കാകാം, ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് താങ്കൾക്ക് ഈ കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയില്ല, നമ്മുടെ കുടുംബത്തിന് ഈ കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയില്ല, അതിൻ്റെ കാരണങ്ങൾ, റീസൺസ് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ഏതെങ്കിലും റീസണാകാം, അവരുടെ സാമൂഹ്യമാകാം, സാമ്പത്തികമാകാം, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഈ കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് പൂർണ്ണ ബോധ്യം വരികയാണെങ്കിൽ അത് വളരെ രഹസ്യമായിട്ട് ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ കീഴിൽ രൂപീകരിച്ചിട്ടുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കാം. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ ഘടന. ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ അനുസരിച്ച് 2 തരം അധികാര കേന്ദ്രങ്ങളെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്, മറ്റൊന്ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ്. ഈ കുറ്റാരോപിതരായ കുട്ടികളെ സംരക്ഷിക്കുന്ന കാര്യത്തിനാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡെങ്കിൽ ശ്രദ്ധയും പരിരക്ഷയും ആവശ്യമായി വരുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരുപക്ഷെ അച്ഛനില്ലാത്ത, അമ്മയില്ലാത്ത, മറ്റു രീതിയിൽ സംരക്ഷിക്കപ്പെടാത്ത, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഒക്കെ ഉണ്ടായി അവരൊക്കെ മദ്യപാനികളായി ഈ കുട്ടിക്ക് വിദ്യാഭ്യാസം മുടങ്ങിപ്പോയ ഒരുപാട് കുട്ടികളുണ്ട്. ഇത്തരം കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് ഇതേപോലൊരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നാണ് ആ സമിതിയുടെ പേര്. ഇതിൽ നമുക്ക് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ 3 അംഗങ്ങളാണെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ 5 അംഗങ്ങളുണ്ട്. അതിനകത്ത് ഒരു ചെയർമാനുണ്ട്, ബാക്കി 4 അംഗങ്ങളുണ്ട്. ഈ 4-ൽ അതിലും പറയുന്നു ഒരാളെങ്കിലും മിനിമം സ്ത്രീയായിരിക്കണം. അപ്പോൾ അങ്ങനൊരു സമിതി നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ ആ ഒരു സമിതിയുടെ മുമ്പാകെ എനിക്ക് കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് സമീപിച്ചാൽ അതൊരു റീസണബിൾ കോസ് ആണെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പാകെ ഈ കുട്ടിയെ സറണ്ടർ ചെയ്യാൻ പ്രൊവിഷൻ ഉണ്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ സെക്ഷൻ 35 അനുസരിച്ചിട്ട്. ഞങ്ങൾക്ക് വേണ്ട, ഈ കുട്ടിയെ നിങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏൽപ്പിക്കാം. അങ്ങനെ ഏൽപ്പിക്കപ്പെട്ടൊരു കുട്ടിയെ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അവർ കുട്ടി പാർപ്പിക്കുന്ന ഇടങ്ങളിൽ സുരക്ഷിതമായി പാർപ്പിക്കുകയും ആ കുട്ടിക്ക് ആവശ്യമായ മെഡിക്കൽ മറ്റ് അറ്റൻഷൻസ് എല്ലാം കൊടുത്തതിന് ശേഷം 60 ദിവസം വരെ ഈ കുട്ടിയെ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അവിടെ സംരക്ഷിക്കണം. കാരണം 60 ദിവസം ഒരു റീതിങ്കിങ് ടൈമാണ്. പാരൻറ്റ് ആരാണോ സറണ്ടർ ചെയ്ത് അവർക്കൊരു റീതിങ്കിങ് ഉണ്ട്. കാരണം എൻ്റെ കുട്ടി, അവരിങ്ങനെ രാത്രി ഉറക്കത്തിരിക്കുമ്പോൾ എൻ്റെ കുട്ടി അവിടെ എന്താവുന്നു എന്ന് ബേജാറായിട്ട് ആ കുട്ടി എനിക്ക് വേണം എന്ന് തോന്നിയാൽ അവർക്ക് തിരിച്ചെടുക്കാനുള്ള അവസരമാണ്. ആ ഒരു തിരിച്ചെടുക്കാൻ 60 ദിവസവും കഴിഞ്ഞിട്ടും അവർ തിരിച്ചെടുക്കുന്നില്ലെങ്കിൽ മാത്രമേ ഈ കുട്ടിയെ അഡോപ്ഷന് വേണ്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യണം. ഈ കുട്ടി ഇറ്റ് ഈസ് എ ലീഗലി ഫ്രീ ചൈൽഡ് ഫോർ അഡോപ്ഷൻ.
നിയമപരമായിട്ട് ഇനി ആ കുട്ടിക്ക് വേറൊരു ബാധ്യതകളൊന്നുമില്ല, കുട്ടിയെ നമുക്കിനി അഡോപ്ഷൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അഡോപ്ഷൻ ഏജൻസിയെ ഏൽപ്പിക്കും. ആ കുട്ടിയാണ് പിന്നീട് നമ്മുടെ രാജ്യത്ത് അഡോപ്ഷനിലൊക്കെ പോകുന്നത്. ഇത് ഇപ്പോൾ നമുക്കിപ്പം ഏത് കോഴ്സ് വേണമെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം ഇത് വരുന്നതിൽ ഇപ്പം അമ്മ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു അച്ഛൻ പാരൻ്റായിട്ട് തന്നെ കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഈ ചൈൽഡ് വെൽഫെയർ ആയിട്ടുള്ള സ്ഥാപനത്തിൽ ചെന്നിട്ട് വേണം ഇത് കൈമാറാൻ, അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയാസ് കാര്യങ്ങളുണ്ടോ? ഹൗ ഫ്ലെക്സിബിൾ ഇറ്റ് ഈസ് ടു ആക്സസ്? അല്ല, ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ അച്ഛനോ അമ്മയോ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോയിട്ട് നമ്മുടെ കുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പാകെ കൊണ്ട് ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ആ കുട്ടിയെ എന്തുകൊണ്ട് വേണ്ട അവരത് പറയണം. കാരണം എന്തുകൊണ്ടാണ് കാരണം കൃത്യമായിട്ട് അവർക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കും. നിങ്ങളാണ് ഈ കുട്ടിയെ സംരക്ഷിക്കേണ്ടത്, ഒരു അമ്മ സംരക്ഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ അച്ഛൻ സംരക്ഷിക്കുന്നത് പോലെ ഈ കുട്ടിക്ക് കൃത്യമായൊരു സംരക്ഷണം കിട്ടില്ല എന്ന് നമ്മൾ പരമാവധി ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കും, രക്ഷിതാവിനോട് പറഞ്ഞു കൊടുക്കും. എന്നിട്ടും രക്ഷിതാവ് പറയാണ് ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയില്ല, ഞങ്ങൾക്കിത് വേണ്ട. അതിനൊരു പക്ഷേ സാമൂഹ്യമായ ചുറ്റുപാടാകാം, സാമ്പത്തികമായ ചുറ്റുപാടാകാം, അല്ലെങ്കിൽ കുടുംബപരമായ ചുറ്റുപാടുകളാകാം. അപ്പോൾ കുട്ടിയുടെ പ്രൈം ഇമ്പോർട്ടൻസ് ആ കുട്ടിയുടെ ജീവിതത്തിലെ സുരക്ഷിതത്വമാണ്. അവിടെ കുട്ടിയുടെ സുരക്ഷിതത്വത്തെ പ്രതികൂലമായി ബാധിക്കുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം കുടുംബത്തിലുണ്ട് എന്നവർക്ക് ബോധ്യപ്പെട്ടാൽ അവർക്ക് ഈ കുട്ടിയെ അവിടെ ഏൽപ്പിക്കാം. അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ഒരു കുട്ടിയെ സാധാരണഗതിയിൽ നമ്മൾ പലപ്പോഴും അവിടെ ഇവിടെയൊക്കെ എറിഞ്ഞു കളയുന്നതിന് പോലെ അങ്ങനെ നശിപ്പിക്കുന്നതിന് പകരം ആ കുട്ടിക്ക് സുരക്ഷിതമായ ഒരു ജീവിതം, ഒരു അഡോപ്ഷൻ കൊടുത്ത് അങ്ങനെ ആ കുട്ടിക്ക് സുരക്ഷിതമായ ഒരു ജീവിതം കൊടുക്കാൻ കഴിയും. ഇതിപ്പം കാണുന്ന ഓരോരുത്തരും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഇത് ഭയങ്കര ഒന്നാമതൊരു കുട്ടിയെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെയധികം ഒരു സെൽഫിഷ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയും എടുക്കുന്ന ഒരു ഡിസിഷനിൽ വരേണ്ട ഒരു കാര്യമാണ്. ഇറ്റ് ഷുഡ് ബി എ ഡിസിഷൻ. ഒരിക്കലും നമ്മൾ ഫിനാൻഷ്യലി ഓക്കെ അല്ലാതെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യം വഴിയോ നമ്മൾ അങ്ങനെ എന്താ പറയുക, ഒരു കുട്ടിക്ക് ജന്മം നൽകി പിന്നീട് ആ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇതേപോലത്തെ മേർഡേഴ്സ് നടക്കുന്നത് ഇപ്പോൾ വളരെയധികം ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കാര്യത്തെപ്പറ്റി, ഈ ഒരു നിയമത്തെ പറ്റി അറിയാത്ത ഒരുപാട് പേരുണ്ട്. സോ ഒന്ന് പറയാനുള്ളത്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കാതിരിക്കുക. ഇനി അങ്ങനെ വന്നാലും നിയമപരമായിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ഗവൺമെൻറ് തരുന്നുണ്ട്, അത് ചൂസ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ഇതിലിപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഇത് കേൾക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, ഈ 60 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരമ്മയ്ക്കും അല്ലെങ്കിൽ അച്ഛനോ മനമാറ്റം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, കുട്ടിക്ക് തിരിച്ച് കിട്ടുക കുട്ടി? അല്ല, ഇതിപ്പോൾ 60 ദിവസം സൂക്ഷിക്കുന്നത് നിയമത്തിൻ്റെ ഒരു ഇവർക്ക് റീതിങ്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഈ 60 ദിവസത്തിനുള്ളിൽ റീതിങ്ക് ചെയ്താൽ ഉടനെ ഒരു ചോദ്യമില്ല, ഉടനെ ഞങ്ങൾക്ക് ആ കുട്ടിയെ വേണമെന്ന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആ കുട്ടിയെ റിലീസ് ചെയ്ത് കൊടുക്കും. 60 ദിവസം കഴിയുമ്പോൾ നമ്മൾ ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷനായിട്ട് കൊടുക്കുകയാണ്. ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ദത്തിന് വേണ്ടിയിട്ട് ഒരു കുട്ടികളില്ലാതെ ഒരു കുടുംബത്തിലൊരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് കുതിച്ചിട്ട് നിൽക്കുന്ന ആയിരക്കണക്കിന് രക്ഷിതാക്കൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഈ ദത്ത് കൊടുക്കുക എന്ന് പറയുന്നത് സെൻട്രൽ അഡോപ്ഷൻ ഏജൻസിയാണ് കൊടുക്കുക. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ആ ഏജൻസിക്കാണ് ഇത് കൊടുക്കുന്നത്. ഈ കുട്ടിയെ നമ്മൾ ഇന്ത്യയിലെ ഏത് ഭാഗത്തേക്കും കൊടുക്കാം. അതുമാത്രമല്ല, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു അഡോപ്ഷൻ ഏജൻസി ആരെങ്കിലും എടുക്കുന്നില്ല എങ്കിൽ ഈ കുട്ടിയെ ചിലപ്പോൾ വിദേശ രക്ഷിതാക്കൾ എടുക്കും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ കുട്ടിയുടെ ഐഡൻറ്റിറ്റി പിന്നീട് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിയെ രണ്ടാമത് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യം. ഓക്കെ. സോ ഞാൻ ആർക്കെങ്കിലും അറിയാത്തൊരു നിയമം ഉണ്ടോ എന്ന് വെച്ചപ്പോൾ ഇത്രയും വളരെ എന്താ പറയുക, ഇത് ആക്ച്വലി കുറേ പേർക്ക് അറിയാത്തൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, നമ്മൾ കമ്മിങ് ബാക്ക് ടു ദിസ് എന്താ പറയുക, ജുവനൈൽ അല്ലെങ്കിൽ ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, എന്ത് ഫാക്ടറായിരിക്കും ഒരു കുട്ടിയെ ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്നത്? അതിപ്പോൾ ഒരു കുട്ടിയെ എന്തുകൊണ്ട് വന്നു എന്ന് നമുക്ക്, ഓരോ കുട്ടിയും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ അതുമായി ബന്ധപ്പെടുന്നത് വിവിധ പശ്ചാത്തലത്തിലാണ്. ഒന്നുകിൽ കുട്ടിയായിട്ടുള്ള ചില കോണ്ടാക്റ്റ് ചില ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ടായിരിക്കാം. മറ്റൊന്ന് കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന ചില അനുഭവങ്ങളും ഉണ്ടായിരിക്കാം. പിന്നെ കുടുംബത്തിൽ നിന്ന് ആവശ്യമുള്ള സ്നേഹം കിട്ടാത്തതുകൊണ്ടായിരിക്കും. ഇതൊക്കെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന പ്രതികരണം അത് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരുപാട് ശക്തമാണ്. അപ്പോൾ ഇതിൽ എനിക്കൊരു പൊതുവായൊരു കാര്യം പറയാനുള്ളത്,
കാരണം ഇത് ഒരു പക്ഷേ നിങ്ങളുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ ശ്രോതാക്കൾ ഇത് കാണുന്നതുകൊണ്ട് എനിക്കുള്ളൊരു പ്രശ്നം, ഞാൻ ഈ വിഷയത്തെ ഒരു ഉദ്യോഗസ്ഥൻ എന്നതിന് അപ്പുറത്ത് പ്രത്യേക താല്പര്യം എടുത്ത് പഠിക്കാൻ ശ്രമിച്ച ഒരാളാണ്. കാരണം ഞാനൊരു രക്ഷിതാവ് കൂടി ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ ഞങ്ങളടുത്ത് ഈ പറയുന്ന കുറ്റകൃത്യങ്ങളിലായാലും സംഘർഷങ്ങളിൽ പെട്ടിട്ട് വരുന്ന കുട്ടികളിലും ഒരു മഹാഭൂരിപക്ഷവും ബ്രോക്കൺ ഫാമിലീസിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കുടുംബത്തിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുക, സ്നേഹമുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കുക, മക്കൾക്ക് കൃത്യമായ സ്നേഹം കിട്ടുക, അവരോട് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും രക്ഷിതാക്കൾ തയ്യാറാവുക. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഒരുപാട് കുറക്കാൻ കഴിയും. കാരണം അവരെ നമ്മൾ പലപ്പോഴും അവരുടെ പരിവേദനങ്ങൾ കേൾക്കാൻ രക്ഷിതാക്കൾക്ക് സമയമില്ല. അവർ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവർക്ക് അവരുടേതായ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്കത് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വന്നു പോകുന്ന ഒരു ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറയുന്നത് കുട്ടി അവൻ്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ തുടങ്ങും. എൻ്റെ അച്ഛനോടും അമ്മയോടും പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെ ആരോട് പറയും? പിന്നെ അവന് കിട്ടുന്ന കൂട്ടുകാരോട് അവരോട് പറയാമോ? അവരത് മറ്റു രീതിയിൽ അത് ഉപയോഗിക്കും. അപ്പോൾ ബ്രോക്കൺ ഫാമിലി, നമ്മൾ വേണ്ടത് കുടുംബത്തിൽ സ്നേഹമുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കുക. നല്ല സ്നേഹമുള്ളൊരു അന്തരീക്ഷത്തിലെ കുടുംബത്തിൽ നിന്ന് കുട്ടികൾ ഇത്തരം വഴിപഴച്ച് പോകുന്നതിൽ സാധാരണഗതിയിൽ സാധ്യതയില്ല. സോ ഇറ്റ്സ് എ ബ്രോക്കൺ ഫാമിലി ഓൾവേസ്. ബ്രോക്കൺ ഫാമിലി ഉണ്ടാവരുത്. ഇപ്പം ഇതേപോലൊരു ഇപ്പോൾ ഒരു ബ്രോക്കൺ ഫാമിലിന്നോ അല്ലെങ്കിൽ ഈ സച്ച് സിറ്റുവേഷൻസ് എന്ന് വരുന്ന ഒരു കുട്ടി ഇപ്പോൾ ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലേക്ക് ഒരു ട്രയലിന് വേണ്ടി വരികയെന്ന് വിചാരിക്കുമോ, ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഭയങ്കര വയലൻ്റായിട്ട് കരഞ്ഞ് നിലവിളിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കുമോ, അതോ ഭയങ്കര കാം ആൻഡ് കമ്പോസ്ഡായിട്ട് ഓക്കെ ദിസ് ഇസ് ഇറ്റ് എന്ന് ചിന്തിച്ച് വരുന്ന കുട്ടികളെയാണോ സാർ കൂടുതലും കണ്ടിരിക്കുന്നത്? ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുന്നിൽ വരുന്ന കുട്ടികൾ പൊതുവെ അങ്ങനെ കരഞ്ഞ് ബഹളം വെച്ചിട്ട് വരുന്നത് താരതമ്യേന കുറവാണ്. കാരണം അതിന് മുമ്പ് തന്നെ കുട്ടി ഒരു പോലീസിൻ്റെയോ അല്ലെങ്കിൽ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൻ്റെയോ ഒക്കെ പശ്ചാത്തലത്തിൽ കുട്ടി ഫേസ് ചെയ്തിട്ടാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുമ്പാകെ കുട്ടി വരുന്നത്. അതിന് മുമ്പ് അവരെത്തുന്നുണ്ട്. നേരെ മറിച്ച് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പാകെ വരുമ്പോഴാണ്, കാരണം അവിടെയാണ് റണ്ണവേ ചിൽഡ്രൻ ഇങ്ങനെയൊക്കെ വരുന്നത്. ഒരുപാട് കുട്ടികൾ അങ്ങനെ വരുന്നുണ്ട് പലയിടങ്ങളിൽ നിന്നും. ഈവൻ നേപ്പാളിൽ നിന്ന് വന്നൊരു കുട്ടിയെ ഞങ്ങളുടെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. നേപ്പാളിൽ നിന്ന്, കാരണം മറ്റൊരു രാജ്യത്തുനിന്ന് കുട്ടി കടന്ന് വന്നിട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പാകെ, കാരണം അവനങ്ങനെ എത്തി ഏതോ അവൻ കാണുന്ന ട്രെയിനിലൊക്കെ കയറിക്കൊണ്ടിരുന്നു. ട്രെയിനിൽ കയറി അവസാനം അത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. അവിടുത്തെ കണ്ണൂർ റെയിൽവേ പോലീസ് ഈ കുട്ടിയെ വിളിച്ചു, ആ കുട്ടിക്ക് ഭാഷ അറിയില്ല, എന്ത് സംസാരിക്കണം എന്നറിയില്ല, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ആ കുട്ടിയെ അവിടുന്ന് അവർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പാകെ ഹാജരാക്കും. പക്ഷേ ഈ കുട്ടിയുടെ കയ്യിൽ ഒരു നാണയം ഉണ്ടായിരുന്നു. ആ നാണയം നേപ്പാളിൻ്റെ നാണയമാണ്. അത് വെച്ച് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ കുട്ടിയെ നേപ്പാളിൽ ഞങ്ങൾ തിരിച്ചെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വളരെ ശ്രമകരമായൊരു കാര്യമായിരുന്നു. ഈ കാഴ്ച മൂവിയിലൊക്കെ ഉള്ള പോലെ. കാരണം ഒന്നുമില്ല, കുട്ടിയുടെ ഒരു ഐഡൻറ്റിറ്റി ഇല്ല, കുട്ടിക്കൊന്നും പറയാനില്ല. കുട്ടിയുടെ അച്ഛൻ്റെ ആര് അമ്മ ആര് എന്നൊന്നും പറയാൻ കുട്ടിക്ക് വളരെ ചെറിയ പ്രായമുള്ളൊരു കുട്ടി, വളരെ ചെറിയ പ്രായം. അവനൊന്നും കമ്മ്യൂണിക്കേഷൻ ഇല്ല അവൻ്റെ കയ്യിൽ. പക്ഷേ അവൻ 3 വർഷത്തിലേറെ ഞങ്ങൾ അവിടെ പഠിച്ച് മലയാളം ഭംഗിയായിട്ട് പഠിച്ച്, കാരണം അവന് സ്കൂളിൽ അയക്കും. ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അടുത്ത് എത്തുന്ന കുട്ടിയെ കൃത്യമായിട്ട് നമ്മൾ സ്കൂളിൽ ചേർക്കുകയും അയക്കുകയും അവൻ്റെ പാരൻറ്റ് സർക്കാരായി മാറുകയാണ്. അങ്ങനെ ആ രീതിയിലുള്ള എനിക്ക് തോന്നുന്നത് അവിടെ കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ ഒരു സ്കൂളിൽ അയ്യലത്ത് UP സ്കൂൾ എന്ന് പറയുന്ന സ്കൂളുണ്ട്. ആ സ്കൂളിലാണ് ഈ കുട്ടികളെ അയക്കുന്നത്. ആ സ്കൂളിലെ ഏറ്റവും മിടുക്കന്മാരായ കുട്ടികൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അയക്കുന്ന കുട്ടികളാണ്. കാരണം അവർക്ക് ട്യൂഷനുണ്ട്, മറ്റ് സൗകര്യങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. ബട്ട് ഓൺലി തിങ് ഈസ് ആ കുട്ടിക്ക് ഒരു രക്ഷിതാവിൻ്റെ വാത്സല്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇതിൽ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ഈ കുട്ടികളെ ഹോമിലേക്ക് അയക്കുക. ഹോമിൽ എന്താ പ്രശ്നം, ഹോമിൽ നല്ല സുഖമല്ലേ എന്നൊക്കെ പറയും. ഹോമിൽ ഞാൻ പലപ്പോഴും പറയുന്നത്, നമ്മൾ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പറയുന്നത് ഈ ഹോമിൽ അയക്കുന്നത് ഇറ്റ് ഈസ് എ ലാസ്റ്റ് റിസോർട്ട്. വേറെ ഒരു മാർഗ്ഗം ഇല്ലെങ്കിൽ ഒരു കുട്ടിയെ അവിടെ അയക്കാവുന്ന. എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ മാഡം? അവിടെ എല്ലാ സൗകര്യം ഇല്ലേ, നല്ല ഭക്ഷണമുണ്ട്, കൃത്യത്തിന് ഭക്ഷണം കിട്ടും. വീട്ടിലാണെങ്കിൽ കൃത്യത്തിന് ഭക്ഷണം കിട്ടില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു കുട്ടിക്ക് എന്തിനാണ് ഹോം, അതല്ലേ നല്ലത് എന്നൊക്കെ പറയും. അങ്ങനെയല്ല. ഹോമിലും ഇതും തമ്മിൽ ഇപ്പം നമ്മുടെ ഒരു എൻ്റെ വീട്ടിൽ
എൻ്റെ കുട്ടി രാവിലെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു, 8 മണിക്ക് വിളിച്ചു. അവൻ ചിലപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടാവില്ല. 8 മണിക്ക് വിളിച്ചു. അവൻ 8 മണിക്ക് വന്നില്ലെങ്കിൽ 9 മണിക്ക് വന്നാലും, അന്നേരം വന്നില്ലെങ്കിൽ 10 മണിക്ക് വന്നാലും ആ കുട്ടിയുടെ അമ്മയോ രക്ഷിതാക്കളോ ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കും. അവനൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അവനൊരു സ്വാതന്ത്ര്യമുണ്ട്. അവൻ്റെ വീട് അതാണ്. നേരെ മറിച്ചിട്ട് ഒരു ഹോമിലാണെങ്കിൽ 8 മണി 8-നും 8:30 ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ്. 8:30-ക്കുള്ളിൽ ഇവനെത്തിയില്ലെങ്കിൽ പിന്നെ അവന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. അവിടെ അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവരുടെ റൂള് പാലിക്കണം, എന്നാലേ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീടും ഹോമും തമ്മിലുള്ള വ്യത്യാസം, ഇത്തരം ഹോമുകളും തമ്മിലുള്ള വ്യത്യാസം, ആ കുട്ടിയുടെ വീട് കുട്ടിയുടെ അന്തരീക്ഷമാണ്, കുട്ടിയുടെ സ്വാതന്ത്ര്യമാണ്. അവിടെ പട്ടിണിയാണെങ്കിൽ പട്ടിണി, സമ്പത്താണെങ്കിൽ സമ്പത്ത്, ഇതെല്ലാം കുട്ടി ഒരുമിച്ച് അങ്ങനെ എൻജോയ് ചെയ്ത് പോകും. അതാണ് ഇവിടെ മറ്റേ ഹോമും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ചിൽഡ്രൻസ് ഹോമിലൊക്കെ താമസിപ്പിക്കുന്ന കുട്ടികൾ അവരൊരുമിച്ചൊക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് ഒറ്റപ്പെടുമ്പോൾ ഭയങ്കര ഒരു തടസ്സമുണ്ട് അവർക്ക്. ഇപ്പോൾ സാർ തന്നെ പറഞ്ഞില്ലേ, ഇപ്പോൾ ചൈൽഡ് വെൽഫെയറിലാണ് ഞാനിങ്ങനെ കുട്ടികൾ കരഞ്ഞ് വന്നിട്ട് കണ്ടിരിക്കുന്ന ഒരു റണ്ണവേ കേസ് സാറ് പറഞ്ഞു. അതേപോലെ തന്നെ സാർ ഇന്നും ഓർത്തിരിക്കുന്ന, സാറിനെ തന്നെ ഭയങ്കര വിഷമിപ്പിച്ച ഏതെങ്കിലും കരഞ്ഞുകൊണ്ട് സാറിൻ്റെ ഓഫീസിലേക്ക് ഓടി വന്ന അങ്ങനെ ഒരു കുട്ടിയുടെ മുഖം ഓർമ്മയുണ്ടോ? ഒന്നല്ല, ഒരുപാട് ഓർമ്മയുണ്ട്. കാരണം ഈ കുട്ടികളെ പലപ്പോഴും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ. കാരണം കുട്ടികളോട് എനിക്ക് ഒരുപാട് വാത്സല്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടികളെ ഒരു ഉദ്യോഗസ്ഥൻ എന്നതിൻ്റെ അപ്പുറത്ത് സ്നേഹത്തോടു കൂടി ഞാൻ കുട്ടികളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് മുഖങ്ങൾ, കടന്നുപോയ മുഖങ്ങളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ സംരക്ഷിച്ച് അവസാനം അവനെ നല്ല രീതിയിലൊക്കെ ആക്കി അവൻ്റെ കുടുംബത്തിലേക്ക് ഏൽപ്പിച്ച് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അവനൊരു വാഹനാപകടത്തിൽപ്പെട്ട് മരിച്ചുപോയൊരു കുട്ടിയൊക്കെ ഉണ്ട്. അവനൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം അവൻ അത്രയും ഒരു കലാപകാരിയായിട്ടായിരുന്നു ഞങ്ങളടുത്ത് ഹാജരാക്കപ്പെട്ടത്. പക്ഷേ അവന് വേണ്ട എല്ലാ സ്നേഹവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് അവനെ കുടുംബത്തോട് പരമാവധി സ്നേഹമൊക്കെ ഉണ്ടാക്കി അവനോട് ഞങ്ങൾ ജീവിതത്തിൽ അവനൊരു ലക്ഷ്യം ഉണ്ടാക്കി കൊടുത്ത് അവൻ ഞങ്ങളോട് എന്നും പറഞ്ഞ ഒരൊറ്റ ലക്ഷ്യമായിരുന്നു, എനിക്കൊരു പോലീസുകാരനാണെന്നുള്ളത്. അങ്ങനെ പോലീസുകാരനാവാൻ വേണ്ടി പോയ ആ കുട്ടി പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടുന്ന് ഒരു ആക്സിഡൻറ്റ് പെട്ടിട്ട് ആ കുട്ടി മരിച്ചു പോവാണ്. ചെറിയ കുട്ടി, ഒരു 6-ാം ക്ലാസ് 7-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമാണ്. കാരണം അത്രയേറെ ഞങ്ങളൊക്കെ ആ കുട്ടി, ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ള മുഴുവൻ ആളുകളും, ആ ഹോമിലുള്ളവരും ഹോമിലെ ഉദ്യോഗസ്ഥരും ഇവനെ അവസാനം ഇവൻ അവിടെ വരുമ്പോൾ വളരെ കലാപമൊക്കെ കാണിച്ച് വന്നൊരു കുട്ടിയാണ്. വീട്ടിൽ അതെടുത്തു ഇതെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പല ആരോപണവുമായിട്ട് വന്നതാണ്. പക്ഷേ ആ കുട്ടി പിന്നെ മുഴുവൻ ആളുകളുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ ആ കുട്ടിക്ക് കഴിഞ്ഞു. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ. എത്ര കാലം ഉണ്ടായിരുന്നു ആ കുട്ടി സാറിൻ്റെ കൂടെ? ആ കുട്ടി ഞങ്ങളുടെ ഹോമിലൊരു 2-3 ടേമിലായിട്ട് കുറച്ചധികം കാലമുണ്ട്. ഇപ്പം ഇത്രയും നേരം നമ്മൾ ഈ ജുവനൈൽ ആക്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പൊതുവേ ഒരു കുട്ടിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലം ആ കുട്ടിയുടെ വീടായിരിക്കും. ഇപ്പം എന്തെങ്കിലും ഒരു ക്രൈം ചെയ്തൊരു കുട്ടിയെ ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തി വേറൊരു അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുപോവുക, അതിൽ നിന്ന് ആ കുട്ടിക്ക് ചെറിയൊരു പണിഷ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കണം, എനിക്കറിഞ്ഞുകൂടാ, ഒരു ജുവനൈൽ ഹോമിലേക്ക് അയക്കുന്ന ഒരു പ്രോസസ്സ് വരുന്നത്. ശരിക്കും എന്താണ് ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഉദ്ദേശിക്കുന്നത്? ഒരു കുട്ടിയെ തിരുത്താൻ വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ കുട്ടി തിരുത്തും എന്ത് കാര്യത്തിലാണ് ആ ഒരു ഫാക്ടർ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു കുട്ടി കുറ്റാരോപിതനായിട്ട് വരുന്നു, അങ്ങനെയാണല്ലോ ആദ്യം ഇതിൻ്റെ ഒറിജിൻ ഉണ്ടാവുന്നത്. ഒരു കുട്ടി കുറ്റാരോപിതനായിട്ട് വരികയാണ്. അപ്പോൾ കുറ്റാരോപിതനായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ കുട്ടിയെ മറ്റ് കേസ് പോലെ FIR രജിസ്റ്റർ ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ആ കുട്ടിയെ അതിൻ്റെ ഒരു കേസിൻ്റെ റിപ്പോർട്ട് മാത്രമാണ് തയ്യാറാക്കുന്നത് പോലീസ്. ആ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് എത്തിക്കുന്നു. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഈ കുട്ടിയെ നമ്മൾ മറ്റൊരു കുറ്റവാളികളെ ചെയ്യുന്നത് പോലെ കസ്റ്റഡിയിലൊന്നും വെക്കാൻ പാടില്ല. കുട്ടിയെ അപ്പം തന്നെ പരമാവധി രക്ഷിതാവിനെ ഏൽപ്പിക്കണം. ആ കുട്ടിയുടെ രക്ഷിതാവിനെ തന്നെയാണ് കുട്ടി ഏൽപ്പിക്കുന്നത്, കസ്റ്റഡിയില്ല. കസ്റ്റഡി എടുക്കാൻ പാടില്ല. കുട്ടിയെ പാർപ്പിക്കാൻ, കുറ്റം ആരോപിക്കപ്പെടുന്ന കുട്ടിയെ പാർപ്പിക്കാൻ നമുക്ക് മിക്കവാറും ജില്ലകളിൽ ഒബ്സർവേഷൻ ഹോംസ് ഉണ്ട്. പക്ഷേ വടക്കൻ ജില്ലകളിൽ ഒബ്സർവേഷൻ ഹോംസ്, കാരണം ഒബ്സർവേഷൻ ഹോമിൽ ആ കുട്ടികളെ പാർക്കാനില്ലാത്തതുകൊണ്ട് തന്നെ വടക്കൻ ജില്ലകൾക്കെല്ലാം കൂടിയിട്ട് ഒരു ഒബ്സർവേഷൻ ഹോമിലാണുള്ളത്.
കുറേ ജില്ലകൾക്ക് കൂടിയായിട്ടാണ്. അങ്ങനെ ചില ജില്ലകളിലെല്ലാം ഉണ്ട്. അപ്പോൾ ഒബ്സർവേഷൻ ഹോമുണ്ട്. ആ ഒബ്സർവേഷൻ ഹോമിൽ കുട്ടികളെ പാർപ്പിക്കാൻ കൊണ്ടുവരുന്നു. അവിടെ അംഗസംഖ്യ വളരെ കുറവായിരിക്കും. കാരണം അങ്ങനെ കുട്ടികളെ പാർപ്പിക്കാത്തത് കൊണ്ട് തന്നെ മിക്കവാറും എല്ലാ ഒബ്സർവേഷൻ ഹോമിലും പരിമിതമായ കുട്ടികൾ മാത്രമേ ഉണ്ടാവും. ആ ഒബ്സർവേഷൻ ഹോമിൽ വരുന്നു. ആ ഒബ്സർവേഷൻ ഹോമിലേക്ക് ആക്കണമെങ്കിൽ 2-3 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, രക്ഷിതാവിന് ഒരു സാഹചര്യത്തിൽ ഈ കുട്ടിയെ അവിടെ സംരക്ഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവാം. 2, ഈ കുട്ടിയുടെ സുരക്ഷ. കാരണം ചില കുറ്റം ആരോപിക്കപ്പെട്ടൊരു കുട്ടി ആ നാട്ടിൽ നിൽക്കുമ്പോൾ ആ കുട്ടിയുടെ ജീവനോ മറ്റു കാര്യങ്ങൾക്കോ അപകടം വരാൻ പറ്റാവുന്ന രീതിയിലുള്ള സാഹചര്യം ആ നാട്ടിലുണ്ടാകാം. കാരണം നമുക്ക് കുട്ടിയുടെ ജീവൻ വളരെ പ്രധാനമാണ്. അങ്ങനെ വന്നാൽ ആ കുട്ടിയെ സുരക്ഷിതമായി പാർപ്പിക്കുക എന്നുള്ളതാണ് ഒബ്സർവേഷൻ ഹോമിൽ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ രക്ഷിതാവിന് ആ കുട്ടിയെ സുരക്ഷിതമായിട്ട് പാർപ്പിക്കാൻ പറ്റും എങ്കിൽ ഈ കുറ്റം ആരോപിക്കപ്പെട്ട കുട്ടിയെ നമുക്ക് രക്ഷിതാവോടൊപ്പം അതാണ്. അപ്പോൾ ഈ കുട്ടി അവിടെ കുറച്ച് ദിവസം താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് നാൾ അവിടെ താമസിക്കുന്നു. അപ്പോൾ ഈ താമസിക്കുമ്പോഴും നമ്മൾ ആലോചിക്കുന്നത് ഈ കുട്ടി എങ്ങനെയാണ് സുരക്ഷിതമായിട്ട് വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയുക. അതാണ് നമ്മുടെ ഒരു അവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം കുട്ടിയെ വീണ്ടും കുറച്ച് കാലം കൂടി അവിടെ ഒരു പ്ലേസ് ഓഫ് സേഫ്റ്റി എന്ന രീതിയിലാണ് പറയുന്നത്. 2 തരം ഹോമാണ് നമുക്കുള്ളത്. ഒന്ന് ചിൽഡ്രൻസ് ഹോം. അതാണ് ഈ നേരത്തെ പറഞ്ഞ ശ്രദ്ധയും പരിരക്ഷയും ആവശ്യമായി വരുന്ന കുട്ടികൾ, ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പാകെ വരുന്നത് ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷനാണ്. കാരണം നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള കുട്ടികൾ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ആ കുട്ടികളെ പാർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചിൽഡ്രൻസ് ഹോം ഉള്ളത്. അതെല്ലാ ജില്ലകളിലും ഉണ്ട്. കുറ്റം ആരോപിക്കപ്പെട്ട കുട്ടികളെ താമസിപ്പിക്കുന്ന ഹോമിൻ്റെ പേര് ഒബ്സർവേഷൻ ഹോം എന്നാണ്. ഈ 2 ഹോമുണ്ട്. ജുവനൈൽ ഹോമില്ല, ജുവനൈൽ ഹോമല്ല. ഒന്ന് ഒബ്സർവേഷൻ ഹോമാണ്, മറ്റൊന്ന് ചിൽഡ്രൻസ് ഹോമാണ്. ഇത് രണ്ടും 2 തരത്തിലുള്ള കുട്ടികളാണ് രണ്ടിലുള്ളത്. ഇവരെ മിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് 2 ഇടങ്ങളിലായിട്ട് 2 ഹോമാക്കിയിട്ടുള്ളത്. പിന്നെ വേറൊന്നെന്ന് വെച്ചാൽ ഈ എൻ്റെ അനുഭവത്തിൽ ഈ കുറ്റം ആരോപിക്കപ്പെടുന്ന കുട്ടികളുണ്ടല്ലോ, അവരും വലിയൊരു ശതമാനം ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷനാണ്. ശ്രദ്ധയും പരിരക്ഷയും ആവശ്യമുണ്ടെങ്കിൽ കുട്ടി പിന്നീട് കുറ്റകൃത്യം ചെയ്യാത്തവരാണ്. അവർക്ക് വീട്ടിലെ എന്തെങ്കിലും കുഴപ്പങ്ങളായിരിക്കാം. അത് ചിലപ്പോൾ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ആ കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇന്ന പ്രശ്നം ഉണ്ടായിരുന്നുവെന്നും അവർക്ക് ഈ പറയുന്ന ആ ഒരു കെയർ കിട്ടിയാൽ അവർ രക്ഷപ്പെടും എന്നും തോന്നിയാൽ ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് ഈ കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് റെഫർ ചെയ്യാം. തിരിച്ചങ്ങോട്ടേക്ക് ഇത് കുട്ടിക്ക് ഒരു കെയർ കൊടുത്താൽ കുട്ടി രക്ഷപ്പെടും, കുട്ടിയെ ആ രീതിയിലേക്ക് വേണം. ഇപ്പം നമ്മളിപ്പം ജുവനൈൽ ഹോം ഇല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പം ഇപ്പം ഒബ്സർവേഷൻ ഹോമാണ് അല്ലേ? ഓക്കെ. സോ ഇപ്പം ഒബ്സർവേഷൻ ഹോം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഇനി നമുക്ക് കിടക്കാം. നമുക്ക് ഇപ്പം ആൾക്കാർക്ക് പൊതുവെ ജുവനൈൽ ഹോം എന്നാണ് അറിയുന്നത് കൊണ്ട് ഞാൻ ആ ഒരു ടേം എടുത്ത് പറയാറുണ്ടോ. ഓക്കെ. ഇപ്പം എൻ്റെ വീട് അപ്പൂൻ്റെയും എന്ന് പറഞ്ഞൊരു മൂവിയിലാണ് കൂടുതലും ആൾക്കാർ ഇപ്പോൾ ജുവനൈൽ ഹോമിനെയൊക്കെ പറ്റിയിട്ട് കുറച്ചെങ്കിലും ഒരു വിഷ്വൽസ് കണ്ടിരിക്കുന്നത്. അതിലാണെങ്കിൽ ഇപ്പം നമുക്ക് ആ കുട്ടിക്ക് എല്ലാ ദിവസമൊന്നും വീട്ടിലേക്ക് വിളിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരിക്കലോ അങ്ങനെ എന്തോ ആണ് വീട്ടിലേക്ക് വിളിക്കാനുള്ളതും. പിന്നെ അവിടെ തന്നെ സ്കൂളുകളുണ്ട്, അവരുടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ചെറിയ ചെറിയ സിനിമകളിൽ നമ്മൾ പിന്നെ കാണുമ്പം ഇതേപോലെ ഡ്രഗിൻ്റെ യൂസുള്ള അല്ലെങ്കിൽ വളരെ വയലൻ്റ് ആയിട്ടുള്ള കുട്ടികളുള്ള അങ്ങനെ ഭയങ്കര ഒരു ഡാർക്ക് തീമിലുള്ള ഈ ജുവനൈൽ ഹോംസും കാണിക്കുന്നുണ്ട്. സോ ശരിക്കും ഒരു ജുവനൈൽ ഹോമിൻ്റെ അറ്റ്മോസ്ഫിയർ എന്താണ്? ഇപ്പോൾ ഞാൻ നേരത്തെ കോട്ടിനെ പറഞ്ഞ പോലെ തന്നെ വാക്ക് മീ ത്രൂ എ ജുവനൈൽ ഹോം അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ സെൻറ്റർ അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ ഹോം എന്ന് പറയുന്ന സ്ഥലത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ റുട്ടീൻസും കാര്യങ്ങളും? അവരുടെ റുട്ടീൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ഇതൊരു ടെമ്പററി ഷെൽട്ടറാണ്. ഈ കുറ്റാരോപിതനായ ഒരു കുട്ടിയെ തൽക്കാലം അവിടെ കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ കുട്ടിയെ അവിടെ നമ്മൾ പാർപ്പിക്കുന്നു, അവിടെ ദീർഘകാലം താമസിപ്പിക്കുന്നില്ല. ചെറിയൊരു കാലയളവിൽ ഈ കുട്ടിയെ എപ്പോഴാണോ വീട്ടിലേക്ക് തിരിച്ചയക്കേണ്ടത് അതുവരെയുള്ളൊരു കാലഘട്ടങ്ങളിൽ പാർപ്പിക്കാൻ മാത്രമാണ് നമ്മൾ ഈ ഒബ്സർവേഷൻ ഹോം ഉപയോഗിക്കുന്നത്. മാക്സിമം 3 years ആണ്. അല്ല, അത് ശിക്ഷയുടെ അടിസ്ഥാനത്തിൽ. അതല്ല, ഈ ഒബ്സർവേഷൻ ഹോം ശിക്ഷിക്കപ്പെട്ട കുട്ടികളല്ല അവിടെ ഉള്ളത്. ശിക്ഷിക്കപ്പെട്ട കുട്ടികൾ എന്ന് പറയുന്നത് ശിക്ഷിക്കപ്പെട്ടു എന്ന് ആ രീതിയിൽ നമ്മൾ പറഞ്ഞാൽ കുറ്റം തെളിയിക്കപ്പെട്ട കുട്ടികൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതിനെ നമ്മൾ പ്ലേസ് ഓഫ് സേഫ്റ്റി എന്നാണ് പറയാം. സേഫ്റ്റി, ആ കുട്ടിയെ സുരക്ഷിതമായിട്ട് നമ്മൾ വേറൊരിടത്തേക്ക് പാർപ്പിക്കുകയാണ്. അത് വളരെ അപൂർവം കുറച്ച് സ്ഥലത്തേ നമുക്കുള്ളൂ. കാരണം അങ്ങനെ പാർപ്പിക്കേണ്ട കേസുകൾ നമുക്ക് വരാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
ഇപ്പം നമ്മൾ ഒബ്സർവേഷൻ ഹോം എന്ന് പറയുമ്പോൾ ഇപ്പം ട്രയൽ കാത്തിരിക്കുന്ന കുട്ടികളായിരിക്കാം അല്ലേ, ഐ മീൻ അവരെയാണ് നമ്മൾ ഒബ്സർവേഷൻ ഹോമിലേക്ക് ആക്കുന്നത്. അതും വളരെ റെയർ ആയിരിക്കും. അതായത് ഈ പറഞ്ഞ പോലെ പാരൻസിന് നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാത്രമേ കുട്ടീനെ ഒബ്സർവേഷൻ ഹോമിലേക്ക്. അതേപോലെ ഈ കുട്ടിയുടെ അവിടെ നാട്ടിലോ അവിടെ കുടുംബത്തിലോ താമസിപ്പിച്ചാൽ ഈ കുട്ടിയുടെ സുരക്ഷിതത്വം ഹാംഫുൾ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് നമ്മൾ ഒബ്സർവേഷൻ ഹോമിലാക്കുന്നത്. ഈ കുറ്റം തെളിയിക്കപ്പെട്ടു, അതായത് ആ കുട്ടി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ട് പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് കുട്ടീനെ എവിടേക്കാണ് അപ്പോൾ? കുട്ടിയുടെ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന പണിഷ്മെന്റ് ഒന്ന് സോഷ്യൽ സർവീസാണ്. അത് ജില്ലാ പ്രൊബേഷൻ ഓഫീസറുടെ നിരീക്ഷണത്തിൽ ഈ കുട്ടിക്ക് ചില ചെറിയ ശിക്ഷകളാണ് കൊടുക്കുക. ശിക്ഷ എന്ന് പറയാൻ പറ്റില്ല, ഒരു റിഫോർമേഷന് വേണ്ടിയിട്ട്. ചിലപ്പോൾ ആശുപത്രികളിൽ ഒരു 15 ദിവസം നീ ആശുപത്രിയിൽ പോയിട്ട് ജില്ലാ പ്രൊബേഷൻ ഓഫീസറുടെ നിരീക്ഷണത്തിൽ അവിടെയുള്ള പ്രായത്തിലുള്ള രോഗികൾക്ക് വേണ്ട സേവനമൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൃദ്ധസദനങ്ങളിൽ പോയിട്ട് ചെയ്യുക. ഇങ്ങനൊരു പൊതുസേവനങ്ങളിലൊക്കെ പെട്ട് കുട്ടിയെ മനസ്സിനെ ഒരു ജീവിതത്തിൻ്റെ ഒരു അത്തരം പ്രതലങ്ങളിൽ സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം പ്രതലങ്ങളിലേക്ക് കൂടി കുട്ടിയെ നമ്മൾ ബന്ധപ്പെടുത്തിയിട്ടൊക്കെ, കാരണം ഇതൊന്നും അറിയാത്ത കുട്ടിയാണ് കുറ്റകൃത്യം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യും. അതല്ലാതെ വളരെ ഗൗരവമുള്ള കുറ്റകൃത്യം ചെയ്ത് ആ കുട്ടിയെ നമുക്ക് ഒരു രീതിയിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത കേസുകളാണെങ്കിൽ, നേരത്തെ നിങ്ങൾ പറഞ്ഞ നമ്മളെ ഡൽഹി ഇൻസിഡൻറ്റ് പോലത്തെ കേസൊക്കെ, അത്തരം കേസുകളൊക്കെ ആണെങ്കിൽ അവരെ നമുക്ക് ഈ മറ്റൊരു ഹോമിലേക്ക് അയക്കാം. അത് കുറ്റം സ്ഥാപിക്കപ്പെട്ടാലാണ്. അവിടെയും ഈ കുട്ടി അവിടെ പ്ലേസ് ഓഫ് സേഫ്റ്റിയാണ്. ഒരു കുട്ടിയെ സുരക്ഷിതമായിട്ട് നമ്മളവിടെ പാർപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ ശിക്ഷ അയാൾക്ക് വേറെ സാധാരണ ജയിലുകൾ പോലെ നീ അവിടെ പോയി പണിയെടുക്ക്, അവിടെ ഇതാക്ക് വേറെ യൂണിഫോം കൊടുത്ത്, അതൊന്നുമില്ല. ഒരു മൈനർ ജയിലല്ല, ജയിലില്ല. കുട്ടിക്ക് അങ്ങനെ ഒരു ശിക്ഷ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, ആക്ട് ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, നമ്മൾ പൊതുവേ ഇപ്പോൾ ഈ സിനിമയിലൊക്കെ ഈ ജുവനൈൽ ഹോം ഉണ്ട്, അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ജയിൽ പോലത്തെ ഒരു കാര്യമുണ്ട്. നമ്മൾ അങ്ങനെ ആട്ടോ കണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഓരോ പോഡ്കാസ്റ്റും നമ്മൾ ഈ സിനിമ റെഫർ ചെയ്യുക അല്ലെങ്കിൽ ബുക്ക് റെഫർ ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് അതിലൂടെയൊക്കെയാണ്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ജയിലിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണാനുള്ളൊരു അവസരമൊന്നും നമുക്കില്ല. മീൻസ് കുറ്റം ചെയ്തതല്ലാതെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ ചെല്ലാനുള്ള അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതിലൊന്നും ഈ ജുവനൈൽ ഹോം എന്ന് പറയുന്നത് പലരും ഈ ഒരു കാര്യം ഇല്ലയെന്ന് ചിലപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ ആയിരിക്കും അറിയുന്നുണ്ടാവുക. ഒബ്സർവേഷൻ ഹോമാണ് നമുക്കുള്ളത്. ചിൽഡ്രൻസ് ഹോമും ഒബ്സർവേഷൻ ഹോമാണ് നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ളത്. മറ്റേത് പ്ലേസ് ഓഫ് സേഫ്റ്റിയാണ്. അത് അവിടെ നമ്മൾ കുറ്റം സ്ഥാപിക്കപ്പെട്ട് ഇവനെ സൊസൈറ്റിയിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്തണം, അത്രയും ഗൗരവമുള്ളൊരു ഓരോ കുറ്റമാണ് അയാൾ ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ അയാളെ കുറച്ച് കാലത്തേക്ക് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഹോം മാത്രമാണ്. ഇപ്പം ഇത് കേട്ടപ്പോഴേ എനിക്ക് വേറൊരു കാര്യമായി ചോദിക്കാൻ തോന്നി. അതായത് ഇപ്പം കുട്ടികൾ ഇപ്പം 18 വയസ്സിന് ഇപ്പം താഴെയുള്ള കുട്ടികൾ ഇനിയിപ്പോൾ അത്രയും ഹീനകരമായിട്ട് ചെയ്യുകയാണെങ്കിൽ 16 വയസ്സിനും 18 വയസ്സിനും ഇടയിലെന്ന് സാറ് പറഞ്ഞു ഇപ്പോൾ പുതിയൊരു ആക്ട്, ജുവനൈൽ ആക്ട് പ്രകാരം. പക്ഷേ ഇപ്പം ഈ മൈനറായിട്ടുള്ള കുട്ടികൾക്ക് ഇത്രയും ശിക്ഷ കുറവാണല്ലോ. അതായത് ഈ പറഞ്ഞ പോലെ വേറൊരു ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ കറക്ഷൻ ഹോം അങ്ങനത്തെ സ്ഥലത്തേക്ക് മാറ്റുന്നത് കൊണ്ട് തന്നെ കുട്ടികളെ പല ആൾക്കാരും അഡൽട്ട്സ് അവരുടേതായ ക്രൈമിന് വേണ്ടി യൂസ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? കാരണം കുട്ടികൾ ക്രിമിനലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ശിക്ഷ കുറവായിരിക്കും. അവർക്ക് ഇത്രയും ഇളവുകളും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി കുട്ടികളെ കരുവാക്കി ഈ മുതിർന്നവരെ അവരുടെ ക്രൈമിന് യൂട്ടിലൈസ് ചെയ്യാറായിട്ട് തോന്നിയിട്ടുണ്ടോ സാറിന്? അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഡ്രഗ്സിൻ്റെ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ അവരെ ഈ കൈമാറി കുട്ടികളെ കൊണ്ട് കാരിയേഴ്സായിട്ട് കൊടുക്കുന്നത് പലപ്പോഴും ഇവരുടെ അതിബുദ്ധിയാണ്. കാരണം എന്നാൽ കുട്ടികളാവുമ്പോൾ അങ്ങനെ ശിക്ഷിക്കപ്പെടില്ല, അവർ പിടിച്ചാൽ വലിയ കേസില്ല, ആ കേസാവില്ല എന്നൊക്കെ ഉള്ളതുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കേണ്ടി വരില്ല എന്നൊക്കെ തോന്നുന്ന അത്രയൊക്കെ അതിബുദ്ധിയുള്ള ചില ആളുകൾ ലഹരിയിലാണത് തോന്നുന്നു. മറ്റ് കുറ്റകൃത്യങ്ങളൊന്നും അങ്ങനെ ചെയ്യിക്കാൻ എനിക്ക് ഞങ്ങളുടെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. ഇപ്പം അതായത് ഇപ്പോൾ ഒബ്സർവേഷൻ ആണെങ്കിലും പ്ലേസ് ഓഫ് സേഫ്റ്റി ആണെങ്കിലും ഈ സ്ഥലത്തൊക്കെ നമുക്കൊരു ഡേ ടു നൈറ്റ് അവരുടെ റുട്ടീൻ അറിയാൻ ആഗ്രഹമുണ്ട്. അതായത് മോർണിംഗ് എപ്പോൾ എണീക്കും, ബ്രേക്ക്ഫാസ്റ്റ് ഓർ ആക്ടിവിറ്റീസ്, ദർ എഡ്യൂക്കേഷൻ, സ്കൂളിംഗ്, ഇതെല്ലാം കംപ്ലീറ്റ് ഒന്ന്, ആൻഡ് നൈറ്റ്
അവർ ഉറങ്ങുന്ന സമയം വരെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവർ ഡേ ടു ഡേ ലൈഫിൽ അവരുടെ റുട്ടീനായിട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് സാർ പറയും. അല്ല, ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയെല്ലാം ആവശ്യത്തിന് ജീവനക്കാരുണ്ട്. ഈ ജീവനക്കാരുള്ളത് കൊണ്ട് തന്നെ ഈ കുട്ടിയുടെ കെയർ ഗ്യാരൻറ്റീഡാണ്. എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്യും. പക്ഷേ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുട്ടിക്ക് ആ ഒരു സ്വാതന്ത്ര്യം, വീട്ടിലുള്ളൊരു സ്വാതന്ത്ര്യമല്ല ഉണ്ടാവും. കാരണം വീട്ടിലുള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ കഴിയില്ല. കാരണം തോന്നിയ പോലെ എഴുന്നേൽക്കുക, അതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിശ്ചിത സമയത്ത് ഉണരുക, നിശ്ചിത സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുക, നിശ്ചിത സമയത്ത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പോലും വളരെ ചിട്ടയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞായറാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നതാണ്, കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചായക്ക് ഇതാണ്, ഇന്ന സ്നാക്സ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ ലഞ്ച്, ഞായറാഴ്ചത്തെ ലഞ്ചിന് ഇന്ന ഇനങ്ങളാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാകുന്ന വൈകുന്നേരത്തെ ചായക്ക് ഇന്നതാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് രാത്രിത്തെ ഡിന്നറിന് ഇതാണ് ഉണ്ടാവുക. ഇങ്ങനെ അതൊക്കെ ഒരു എല്ലാം റൊട്ടീനാണ്. അതെല്ലാ ഞായറാഴ്ച അതായിരിക്കും, എല്ലാ തിങ്കളാഴ്ച ഒന്നായിരിക്കും, എല്ലാ ബുധനാഴ്ച ഒന്നായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ചിട്ടയിൽ അങ്ങനെ പോകാൻ പറ്റും. അതൊരു സ്ഥാപനത്തിന് അങ്ങനെ കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ക്രമീകരണങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള എല്ലാ കുട്ടികളും ഒരുമിച്ച് സ്കൂളിൽ പോകണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാനുള്ള ഒരു വാഹനം എന്തെങ്കിലും അറേഞ്ച് ചെയ്യും. അപ്പോൾ എല്ലാ കുട്ടികളും ഒരുമിച്ച് സ്കൂളിൽ പോകുന്നു, എല്ലാ കുട്ടികളും ഒരുമിച്ച് തിരിച്ചു വരുന്നു. എല്ലാ കുട്ടികളും ഒരുമിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും വൈകുന്നേരം ഒരേ സമയത്ത് അവർക്ക് കളിക്കാനും ഉള്ള സമയമുണ്ട്. ഒരേ സമയത്ത് അവർ പത്രം വായിക്കാൻ വിടുന്നു, ഒരേ സമയത്ത് അവരെ മറ്റ് ആക്ടിവിറ്റീസിന് വിടുന്നു. അതൊക്കെ ഒരു ക്രമീകരണത്തിൽ തന്നെയാണ് പോവുക. അതൊരു ശിക്ഷയായിട്ടല്ല. അങ്ങനെയും ഒരു സ്ഥാപനം മാനേജ് ചെയ്യാൻ കഴിയും. ഓരോ കുട്ടിയും ഓരോ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഓരോ കുട്ടിക്കും ഒരു കെയർ ടേക്കറെ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഉള്ള കെയർ ടേക്കേഴ്സ് എല്ലാവരെയും ചിട്ടയായിട്ട് കൊണ്ടുപോകും. പക്ഷേ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ അവരെല്ലാ ദിവസവും കുളിക്കുന്നുണ്ട്, എല്ലാ ദിവസവും മറ്റ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ വസ്ത്രം കൃത്യമായിട്ട് വാഷ് ചെയ്യുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അവർ സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു. പഠിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയമുണ്ട്. ആ സമയത്ത് എല്ലാവരും പഠിക്കുന്നു. അപ്പോൾ ആ പഠിക്കുന്നിടത്ത് കെയർ ടേക്കറുണ്ട്. ആ കെയർ ടേക്കർ ഒരു സംശയങ്ങൾ ചോദിക്കാനോ എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്രമീകരണങ്ങൾ അവിടെ ഉണ്ട്. അത് അവരുടെ ബെറ്റർ ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡാണ്, അല്ലാതെ അവരെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല. ഇപ്പോൾ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ അതിനകത്തൊരു സ്പിരിറ്റ് തന്നെ നമ്മളെടുക്കുന്ന എല്ലാ ഡിസിഷൻസും ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് ആയിരിക്കും. അതെ. ഇപ്പം നമ്മളിപ്പോൾ ഈ മൈനറായിട്ടുള്ള ക്രൈം ചെയ്തിട്ടുള്ള കുട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം ഇത് വാച്ച് ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡിൽ ആദ്യം വരുന്നത് ആൺകുട്ടികളായിരിക്കും. എന്തോ അതങ്ങനെയാണ് വരിക. ഇപ്പം ഈ ക്രൈം ചെയ്തിട്ടുള്ള മൈനറായിട്ടുള്ള പെൺകുട്ടികളുടെ കേസുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ സാറിന് ഓർത്തിരിക്കുന്ന ഒരു കേസ് പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും? ഇല്ല, എനിക്ക് എൻ്റെ ശ്രദ്ധയിൽ എന്നല്ല, എൻ്റെ ശ്രദ്ധയിലല്ല, ഞാൻ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗമായിട്ടിരുന്ന കാലഘട്ടങ്ങളിൽ എൻ്റെ പരിഗണനയിൽ പെൺകുട്ടികളുടെ കേസ് ഉണ്ടായിട്ടില്ല, ആൺകുട്ടികളുടെ കേസ് തന്നെയാണ്. കാരണം അത് 18 വയസ്സിന് ചുവടെയുള്ള കുട്ടികളാണ് ഒന്ന്. പിന്നെ ഈ കുട്ടികൾ ഒരു പോക്സോ വരികയെന്ന് വെച്ചാൽ, പോക്സോ വന്നു കഴിഞ്ഞാലും ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ആൺകുട്ടിയുടെ പേരിലാണ് കേസ് വരുന്നത്. അപ്പോൾ അത്തരം കാരണങ്ങളുണ്ട്, അതുകൊണ്ടായിരിക്കും. ഇനി നമ്മൾ ഇപ്പം ഇത്രയും നേരം നമ്മൾ അതിൻ്റെ റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് ഓൾസോ അതിൻ്റെ ഒരു ഡാർക്കർ സൈഡ്, കുട്ടികൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ, കമ്മിങ് ടു എ പോസിറ്റീവ് സൈഡ് ഓൾസോ. കാരണം ഇപ്പോൾ ഗവൺമെൻറ് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം കണ്ടുകൊണ്ടായിരിക്കണമല്ലോ നാളെ ഒരാൾ ചിലപ്പോൾ നല്ലൊരു കരിയറിലേക്ക് എത്തിയേക്കാം, അല്ലെങ്കിൽ നല്ലൊരു ഇതേപോലെ തന്നെ എന്താ പറയുക, സാറിനെ പോലെ തന്നെ എന്തെങ്കിലും ഒരു വലിയ ഉദ്യോഗത്തിൽ വരുന്ന ഒരാളായേക്കാം. ഇങ്ങനെയൊക്കെയുള്ളൊരു പോസിബിലിറ്റി ഒരു കുട്ടികൾക്ക് ഉണ്ടാവണം. സോ സാറിൻ്റെ ഇത്രയും വർഷത്തെ സർവീസിൽ ഒബ്സർവേഷൻ ഹോം എന്നായാലും ഇവിടെ നിന്ന് കുട്ടികൾ എന്താ പറയുക, പുറത്ത് ചെന്ന് വലിയൊരു കരിയർ ഉണ്ടാക്കിയിട്ടുള്ള കുട്ടികളൊക്കെ അറിയോ? അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ ഒരാളുടെ സ്റ്റോറി പറയാൻ പറ്റുമോ? ഞങ്ങളുടെ അനുഭവത്തിൽ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഉണ്ട്. സക്സസ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ചിലത് നമ്മളെ കണ്ണ് നനയിക്കുന്ന സക്സസ് സ്റ്റോറീസ് ഉണ്ട്. നമുക്കത് പറയാൻ പ്രയാസമുള്ളത് കൊണ്ടാണ്. കാരണം കുട്ടികൾ ഈ ഏതോ ഒരു രീതിയിൽ പറ്റിപ്പോവുകയും ആ പറ്റിപ്പോയത് അയാൾക്ക് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ പിന്നെ ഉണ്ടാകുന്ന അയാളുടെ ഒരു ലൈഫിലെ ഒരു വാശിയും അതൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും നന്നാവണം, ഞാൻ ഇവരിൽ നിന്നൊക്കെ മുക്തനായിരിക്കുന്നു, ഞാനൊരു വലിയ ആളാവണം എന്ന രീതിയിൽ വളരെ ശ്രമകരമായിട്ട് വർക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ എത്തിയിട്ടുള്ള ഒരുപാട് ആളുകളെ
സക്സസ് സ്റ്റോറീസ് നമ്മുടെ മുമ്പിലുണ്ട്. കാരണം ഞങ്ങളത് ഫോളോ അപ്പ് ചെയ്തിരുന്നു. ഹൗ ഡു യു ഫീൽ ആ സമയത്ത്? ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഭയങ്കര വലിയ സാറ്റിസ്ഫാക്ഷനാണ്. കാരണം ചില ആളുകളെ നമ്മൾ കാണുമ്പോൾ അവർ വന്നിട്ട് നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ, നമ്മൾ അവരെ ചേർത്ത് പിടിക്കുമ്പോൾ കിട്ടുന്നൊരു വല്ലാത്തൊരു സന്തോഷമുണ്ട്. ലൈഫിൽ എന്തോ അച്ചീവ് ചെയ്ത പോലെ. അച്ചീവ് ചെയ്തു. കാരണം എന്താണ്, ഇപ്പം നമ്മൾ ചെയ്ത ഒരു പക്ഷേ നമ്മുടെ ജോലിയായിരിക്കും, പക്ഷേ ആ ജോലി ചെയ്തിട്ട് അതിനൊരു ഫലം ഉണ്ടായി എന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഇപ്പം എന്നെ ഒരു ക്യൂരിയോസിറ്റിയുടെ പീക്കിൽ എത്തിച്ചതുകൊണ്ട് ഞാൻ ചോദിക്കാം കേട്ടോ. ലൈക്ക് ഒരു പ്രൊഫഷൻ പറയാൻ പറഞ്ഞാൽ വെറുതെ ഇപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് ഒബ്സർവേഷൻ ഹോമിൽ നിന്ന് ആ കുട്ടി മാറി ഈ ഇങ്ങനത്തെ പ്രൊഫഷനിലൊക്കെ അവർ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ പ്രൊഫഷൻ പറയാൻ പറഞ്ഞ സാറേ പറയാൻ പറ്റുമോ? ആയവരൊക്കെ ഉണ്ട്, അധ്യാപകരായവരുണ്ട്, അഡ്വക്കേറ്റ് ആയവരുണ്ട്. കാരണം അവരൊക്കെ അന്ന് അവരുടെ ചെറിയ പ്രായത്തിൽ ചെയ്തു പോയ ഏതോ ഒരു കുഴപ്പത്തിന് അവരെ കുറ്റാരോപിതനായി എല്ലാ ആളുകളും അവരെ കുറ്റവാളി, അയാളിങ്ങനെ അപഹാസ്യനായിട്ടൊക്കെ വരുമ്പോൾ അവർ അതല്ല എന്നവരെ ബോധ്യപ്പെടുത്തുകയും ഞങ്ങളുടെ കൗൺസിലേഴ്സ്, സൈക്കോളജിസ്റ്റ് ഒക്കെ കൂടി അവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം അതിൽ നിന്നൊക്കെ ഒരു റിഫോം ചെയ്യപ്പെട്ടിട്ട് ലൈഫ് തിരിച്ചു പിടിക്കണം എന്ന വാശിയോടുകൂടി തിരിച്ചു പിടിച്ച ഒരുപാട് ആളുകളുണ്ട്. MSW പഠിച്ചവരുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ. അവർ നല്ല രീതിയിൽ സാറിനായിട്ട് കോണ്ടാക്റ്റ് ഉള്ളവരുണ്ട്. ഓക്കെ. സോ ഇപ്പം ഞാൻ ഇത്രയും നേരം നമ്മുടെ ഈ പോഡ്കാസ്റ്റിൽ സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പം ഐ റിയലി ഫെൽ ദാറ്റ് യുവർ ലവ് ടുവേർഡ്സ് ചിൽഡ്രൻ, ആ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ലൈക്ക് ഈവൻ ദോ ഇപ്പോൾ നമ്മളൊരു ഭയങ്കര ഹാർഷായിട്ടുള്ളൊരു ട്രൂത്ത് പറഞ്ഞ് പോലും യു ആർ ജസ്റ്റ് പ്രൊട്ടക്റ്റിങ് എന്താ പറയുക ഒരു കുട്ടീനെ. ലൈക്ക് ബിക്കോസ് ആ ഒരു കുട്ടിയല്ലേ, ആ കുട്ടി ശരിയാവും എന്ന് പറയുന്ന ഒരുപാട് കുട്ടികളുടെ ഒരു ഫാദർ എന്നുള്ള നിലയ്ക്ക് ഇപ്പം സാറിന് എനിക്ക് കാണാൻ പറ്റുന്ന ലൈക്ക് യു ആർ ദ ഒരു ഗൈഡ് പോലെ, അല്ലെങ്കിൽ അവരെ വഴി കാട്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, വഴി കാട്ടി പോലെ, അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത് സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ. അല്ല, അതിപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ ഒരു ഏരിയയിൽ ഒരുപാട് കാലം വർക്ക് ചെയ്തു. എൻ്റെ ബേസിക്കലി ഞാൻ വർക്ക് ചെയ്തതായിരുന്നില്ല. ഞാൻ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്തത്. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തു. ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടൊക്കെ റിട്ടയർ ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇതിലെ ഒരു ഏരിയ ഉണ്ടായിരുന്നു, ഈ ചൈൽഡ് ലേബർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, കുട്ടികൾ പണിയെടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ജോലി ചെയ്ത ജില്ലയിൽ ഒരു ബാലവേല വിമുക്ത ജില്ലയാക്കി മാറ്റുന്ന കാര്യത്തിൽ എനിക്ക് കേരളത്തിൽ ആദ്യമായിട്ട് അങ്ങനൊരു ശ്രമം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് എനിക്ക് നാഷണൽ റെക്കഗ്നേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഈ മേഖലയിലേക്ക് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഫ്രം ലേബർ ഡിപ്പാർട്ട്മെൻറ്റാണ് ഞാൻ ഈ മേഖലയിലേക്ക് സർക്കാർ എന്നെ നിയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ 10 വർഷം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ തുടർച്ചയായിട്ട് 10 വർഷം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലോട്ട് മാറി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിനകത്ത് ഈ ജുവനൈൽ ജസ്റ്റിസ് സിസ്റ്റത്തിനകത്ത് ഞാൻ 13 വർഷം വർക്ക് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അതായി മാറും. കാരണം നമ്മൾ വി ആർ പാർട്ട് ഓഫ് ഇറ്റ്. 24 hours ഇതിൻ്റെ വർക്ക്. ഇതിനകത്ത് വർക്ക് നമുക്ക് രാവിലെ 10 തൊട്ട് 5 മണി വരെ ജോലി ചെയ്ത്, അല്ലെ 10 തൊട്ട് 4 മണി വരെ വർക്ക് ചെയ്ത് അവസാനിപ്പിച്ച് വീട്ടിൽ പോയിട്ട് മറ്റ് ജോലി ചെയ്യാൻ കഴിയില്ല. കാരണം ഏത് സമയത്തും ഏതെങ്കിലും ഒരിടത്ത് ഒരു കുട്ടിയെ എന്തെങ്കിലും ഒരു അപകടത്തിൽ ചെന്നുപെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയെ നമ്മുടെ വീടുകളിലേക്കാണ് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൊണ്ടുവന്ന് ഹാജരാക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ഷെൽട്ടർ കൊടുക്കണം, അവരെ എവിടെയാണ് പാർപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കണം. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അതിൻ്റെ മീറ്റിംഗ് കൂടണം. അപ്പോൾ ഞങ്ങളിരുന്ന് ആലോചിച്ചിട്ട് ആ കുട്ടിയുടെ ഒരു സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഉണ്ടാക്കണം. ആ കുട്ടിയുടെ കുടുംബ പശ്ചാത്തലം, അതെന്തുകൊണ്ടാണ് ആ കുട്ടിയെ കുറ്റത്തിലെത്തുക, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം, എന്നിട്ട് ആ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിന് റെസ്പോൺസ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത്തരം കുട്ടികളുടെ അവരോടൊപ്പം നമ്മൾ നിൽക്കുകയാണ്. നമ്മൾ കുറേ കഴിയുമ്പോൾ നമ്മളവരുടെ രക്ഷിതാവാണ്, വണ്ണമങ്ക. കാരണം നമ്മളാണ് അവരുടെ രക്ഷിതാവ് പിന്നീട്. കാരണം അവരുടെ കുടുംബത്തിലെ രക്ഷിതാവിൻ്റെ ദൗർബല്യം നമ്മൾ പരിഹരിച്ചു കൊടുക്കും. അത് റീപ്ലേസ്മെൻ്റാണ്. ആ റീപ്ലേസ്മെൻറ്റ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഗ്രാജുവലി നമ്മളതായി മാറും. ഇപ്പം ഇതെനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കും സാർ, ഈ എന്താ പറയുക, കുട്ടികൾ ഈ പറഞ്ഞ പോലെ ഒബ്സർവേഷൻ ഹോമിൽ നിന്നൊക്കെ പിന്നീട് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പം അല്ലെങ്കിൽ ആ ദിവസം സാറിൻ്റെ മനസ്സിൽ എന്തായിരിക്കും? ഭയങ്കര ഒരു ഹെവി ഫീൽ ആയിരിക്കുമോ, വിഷമായിരിക്കുമോ? എങ്ങനെ പോകുമ്പോൾ? അതായത് ഒബ്സർവേഷൻ ഹോമിൽ നിന്ന് കുട്ടികൾ ഒന്നെങ്കിൽ പാരൻസിൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ ഹൗസിൽ നിന്ന് പുതിയൊരു വീട്ടിലേക്കോ ഒരു കുട്ടി പോവുകയാണെങ്കിൽ അന്നത്തെ ദിവസം സാറിന് വളരെയധികം സന്തോഷം അല്ലെങ്കിൽ സങ്കടമാണോ ഉണ്ടാവുക? അതൊരു ചാരിതാർത്ഥ്യമാണ്. ചാരിതാർത്ഥ്യം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവും, കരച്ചിലുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഒരു ചാരിതാർത്ഥ്യമുണ്ട്.
നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്തിരിക്കുന്നു, ഈ കുട്ടി രക്ഷപ്പെട്ടിരിക്കുന്നു. അതാണ്. ഇപ്പോൾ നമ്മളൊരു അഡോപ്ഷൻ കൊടുക്കും. ഞാൻ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ ഞാൻ അഡോപ്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനും കൂടി ആയിട്ടുണ്ട് കുറച്ച് കാലത്തേക്ക്. അപ്പോൾ ദത്ത് കൊടുക്കും. ഒരു ഈ ചെറിയ കുട്ടി, ആ കുട്ടിയെ ദത്ത് കൊടുക്കുകയാണ്. ആർക്കാണ് ദത്ത് കൊടുക്കുന്നത്? വർഷങ്ങളായിട്ട് മക്കളില്ലാഞ്ഞിട്ട് അതിനുവേണ്ടി കൊതിച്ച് ഒരു കുട്ടിക്ക് വീട്ടിൽ വേണം എന്ന് കൊതിച്ച് നിൽക്കുന്ന ആളുകൾ അഡോപ്ഷന് വേണ്ടി അപേക്ഷിച്ച് ആ കുട്ടിക്ക് ആ കുടുംബത്തിന് ഈ കുട്ടിയെ കിട്ടുകയാണ്. അവരത് ഏറ്റുവാങ്ങുന്നൊരു മുഹൂർത്തമുണ്ട്. അതൊന്നും നമുക്ക് അതിനെ ഒരു സിനിമയിലോ മറ്റൊന്നോ കാണിച്ചു തരുന്ന പോലെ കാണിക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ ഈ കുട്ടിയുടെ രക്ഷിതാവ് ആ നിമിഷം വരെ നമ്മളാണ്, ഈ ചെറിയ കുട്ടിയുടെ. കാരണം നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന കുട്ടിയെ വളരെ ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയെ നമ്മൾ ഒരു പുതിയ പാരൻറ്റിനെ ഏൽപ്പിക്കുകയാണ്. ആ പുതിയ പാരൻറ്റിനെ ഏൽപ്പിക്കുമ്പോൾ ആ കുട്ടിയെ കിട്ടുന്ന പാരൻറ്റ് ഒരു വികാരമുണ്ട്. ആ വികാരവും നമ്മൾ ആ കുട്ടിയെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു നിർവൃതിയുണ്ട്. അത് ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. സോ സാർ, നമ്മളിപ്പം ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ വൈൻഡപ്പിലേക്ക് വരികയാണ്. എനിക്ക് 2 കാര്യങ്ങളൊന്നുകൂടെ ചോദിക്കാനുണ്ട്. അതായത് ഇപ്പോൾ ഒരു 100 കുട്ടികളെ ഇപ്പം സാറിൻ്റെ ഒബ്സർവേഷൻ ഹോമിലിരിക്കുന്ന ഒരു 100 കുട്ടികളെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും പാരൻസിനുള്ള ഒരു കോമൺ ട്രെയ്റ്റ് എന്തായിരിക്കും? കോമൺ ട്രെയ്റ്റ് എന്ന് പറയുമ്പോൾ ഈ കുട്ടികളുടെ മേലെയുള്ള ശ്രദ്ധയുടെ പ്രശ്നം തന്നെ. അത് പല രീതിയിലാകാം. കുട്ടികളുടെ മേലെ നമ്മൾ കൊടുക്കേണ്ട ശ്രദ്ധയുണ്ട്. ഞാനിപ്പം പലപ്പോഴും പറയാറുണ്ട്, ഈ കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കുട്ടികളെ ഒരുപാട് വാത്സല്യം കൊടുത്താൽ ആ കുട്ടി ചീത്തയാകാൻ സാധ്യതയുണ്ട്. തീരെ കൊടുത്തില്ലെങ്കിൽ അതും ചീത്തയാവും. പണ്ട് ഒരു രാജാവിനോട് ചോദിച്ചൊരു കഥയുണ്ട്. ഈ ആളുടെ കയ്യിൽ ഒരു സന്യാസിയോട് ചോദിച്ചു രാജാവ്, ഈ കിളിക്ക് ജീവനുണ്ടോ എന്ന് ചോദിച്ചു. ആളുടെ കയ്യിലൊരു കിളിയുണ്ട്, കുരുവിയുണ്ട്, ഇതിന് ജീവനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സന്യാസി പറഞ്ഞു, അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു. കാരണം ഞാൻ ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളതിനെ അമർത്തിപ്പിടിക്കും, ജീവനില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നീട്ടിപ്പിടിക്കും. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ തീരുമാനിക്കും, നിങ്ങളുടെ കൺട്രോളിലാണ്. അപ്പോൾ അതുപോലെ നമ്മളൊരു കുട്ടിയെ വല്ലാതെ കർശനമായിട്ട് പിടിക്കുമ്പോൾ ആ കുട്ടി ഞെരുങ്ങിപ്പോവും. കുട്ടിയെ അമിതമായ സ്വാതന്ത്ര്യം കൊടുത്താൽ കുട്ടി പറന്നും പോകും. അപ്പോൾ ഇത് രണ്ടുമല്ലാത്ത രീതിയിലുള്ള ഒരു ക്രമീകരണം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. കുട്ടി എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാകണം. കുട്ടിയെ നമ്മൾ ഗ്രാഫ് അത് പോകണം. അങ്ങനെ വന്നാൽ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജുവനൈൽ ഹോമിൽ അല്ലെങ്കിൽ ഒബ്സർവേഷൻ ഹോമിലേക്ക് കുട്ടികളെ മാറ്റുന്ന സമയത്ത് ഇപ്പം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് കുട്ടികളെ മാറ്റുകയെന്ന് വിചാരിക്കൂ. അപ്പം ഇപ്പം ഞാനൊരു തെറ്റ്, ഇപ്പം ഞാൻ അങ്ങനെ തന്നെ എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ ഒരു ക്രൈം ചെയ്യാണ് എൻ്റെ 17ാമത്തെ വയസ്സിൽ, പക്ഷെ സമയം 11:50. ഓക്കെ, എൻ്റെ ബർത്ത്ഡേ പിറ്റേ ദിവസമാണ്. അതെനിക്ക് പിറ്റേ ദിവസം എനിക്ക് 18 വയസ്സാവും. അപ്പോൾ ഏത് സെഷൻ്റെ അണ്ടറിൽ ഇത് വരും? അപ്പോൾ തീർച്ചയായും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചിട്ട് മാത്രമേ വരും. കാരണം 18 വയസ്സ് പൂർത്തിയാകുന്നത് വരെ നിങ്ങൾ കുട്ടിയാണ്. അതിന് മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും ആ ആക്ടിൻ്റെ പരിധിയിൽ മാത്രമേ വരുത്താൻ പറ്റൂ. അത് മാത്രമല്ല, നിങ്ങൾ ആ സമയത്തൊന്നും പിടിക്കപ്പെടുന്നുമില്ല. ആ സമയത്ത് ആരും പിടിക്കുന്നില്ല. ഒരു 5-10 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിടിക്കുന്നത് ആ കുറ്റം. അപ്പോഴും നമ്മൾ നോക്കുന്നത് ഡേറ്റ് ഓഫ് കമ്മീഷൻ ഓഫ് ദ ഒഫൻസാണ്. ആ കുറ്റം ചെയ്യുമ്പോൾ ഇയാൾക്ക് എത്ര വയസ്സുണ്ട്, ആ മാനസികാവസ്ഥയിലാണ് അയാൾ കുറ്റം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് 30 വയസ്സായി എന്നുള്ളതല്ല പ്രശ്നം, ഈ കുറ്റം ചെയ്യുമ്പോൾ എനിക്ക് എത്ര വയസ്സ് എന്നുള്ളതാണ്. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലേക്ക് കുറ്റത്തെ നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ സാർ, നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ വൈൻഡപ്പിലേക്ക് നമ്മൾ അടുക്കുകയാണ്. സോ നമ്മളൊരു ചെറിയ ഒരു ഓർമ്മയ്ക്ക് സാറിന് ഒരു ഗിഫ്റ്റ് നമ്മൾ തരുകയാണ്. സോ ഇതാണ് ഗിഫ്റ്റ്. ദ പെർഫ്യൂം പ്രോജക്റ്റ് ബൈ ശ്രുതി രജനീകാന്തിൻ്റെ ബ്രാൻഡാണ്. സോ ആളുടേതായ പേഴ്സണലി ഇഷ്ടപ്പെട്ട കുറേ ഫ്രാഗ്രൻസ് കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള പെർഫ്യൂംസാണ്. സോ സാറിന് ഓരോ തവണ ഇത് അടിക്കുമ്പോൾ നമ്മുടെ ഒരു ഓർമ്മ വേണം, നമ്മുടെ ഈ പോഡ്കാസ്റ്റ് ഒരു മെമ്മറി വേണം. അതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. സോ താങ്ക് യു സോ മച്ച് സർ.
സോ താങ്ക് യു. സാറിൻ്റെ അപ്പോൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും താങ്ക് യു സോ മച്ച്. സന്തോഷം, നന്ദി അറിയിക്കുന്നു. സോ ഇതേപോലത്തെ പെർഫ്യൂം നിങ്ങൾക്ക് ഇത് പെർഫ്യൂം പ്രോജക്റ്റിൽ നിന്ന് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ. ഓക്കെ. സോ സർ, ആക്ച്വലി സ്പീക്കിംഗ് ഞങ്ങൾക്ക് സാറിനെ പോലത്തെ ആൾക്കാരെ കുറച്ച് നേരം ഒരു 1.5 മണിക്കൂറോ 2 മണിക്കൂറോ നമുക്ക് കിട്ടുന്നതെന്നുള്ള വി ആർ വെരി ഓണേർഡ് ആക്ച്വലി. കാരണം അത്രയും വർഷത്തെ സർവീസാണ് സാർ ഈ ഒരു ചുരുക്കം സമയത്ത് നമുക്ക് പറഞ്ഞു തരുന്നതും ആ അറിവുകൾ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടും. സോ അതിൽ ഒരുപാട് നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആൻഡ് ഓൾസോ എൻ്റെ ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, ബി റെസ്പോൺസിബിൾ. കുട്ടികളാണ് നമ്മുടെ ഫ്യൂച്ചറാണ്, ആൻഡ് ദേ ആർ ദ നെക്സ്റ്റ് സൊസൈറ്റി. ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ കിഡ് എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് കുട്ടികളെ വളർത്തുന്നതും ബാക്കി സൊസൈറ്റിയിലും അവർ റെസ്പോൺസിബിളാണ് വരുന്നത്. പക്ഷേ വീട് ഇസ് ദ കോർ, റൂട്ട് അവിടെ നിന്നാണ് കുട്ടികളുടെ. അതൊരിക്കലും എന്താ പറയുക, തെറ്റിക്കരുത്. അതൊരിക്കലും നമ്മൾ വളരെ ഈസി ആയിട്ട് കാണരുത്. അമ്മമാർക്ക് മാത്രമല്ല കുട്ടികളുടെ അടുത്തുള്ള എന്താ പറയുക റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈക്വലി അച്ഛന്മാർക്കുണ്ട്. സോ 2 പേരും അതൊരു പാർട്ട്ണർഷിപ്പിൽ കമ്പാനിയൻഷിപ്പോട് കൂടെ ഒരു കുട്ടീനെ ലവ്, കെയർ, എഫെക്ഷൻ എല്ലാം കൊടുത്ത് നിങ്ങൾ വളർത്തു. സൊസൈറ്റി അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് വളരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. So once again, thank you so much, sir. Thank you, madam. So yeah, that's it. Let's pink it.